ഓക്കെ, ഇത് നമ്മൾ തൊട്ട് മുമ്പ് വന്നതിനോട്ട് വേറൊരു എക്സാമ്പിളാണ്. പക്ഷെ ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാൽ y ഈക്വൽ ടു എക്സ് ബൈ ln ഓഫ് എക്സ്. ln ഓഫ് എക്സ് എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ലോഗ് ഓഫ് എക്സ്. ഓക്കെ, അപ്പം ഈ ഫംഗ്ഷൻ കിട്ടിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രൊസീജിയർ വെച്ച് നമ്മൾ ആദ്യം ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് തപ്പാകുമ്പോൾ അത് ഏതൊക്കെയാ നമുക്ക് ഇവിടുന്ന് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ ഉണ്ട്. അതായത് ഇവിടെ ഒരു ഫ്രാക്ഷൻ ആണ് വന്നേക്കുന്നത്. അപ്പൊ ഡിനോമിനേറ്റർ 0 വന്ന അൺഡിഫൈൻഡ് ആവും. ഡിനോമിനേറ്റർ 0 വരണമെങ്കിൽ ln ഓഫ് എക്സ് 0 ആവണം. ln ഓഫ് എക്സ് 0 ആവുന്ന പോയിന്റ് ഏതാ എക്സിന് 1 വരണം. ഓക്കെ ഓക്കെ, ഇത് പറയുന്നതിന് മുമ്പ് ചിലർക്ക് ഈ നാച്ചുറൽ ലോഗ് എന്താണെന്നൊരു ഐഡിയ കിട്ടി കാണത്തില്ല. ഇതെന്താണ് ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലോഗിന്റെ സീരീസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. ജസ്റ്റ് സിമ്പിൾ ആയിട്ടൊന്ന് പറഞ്ഞിട്ടോ. ln ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലോഗ് ഓഫ് എക്സ് തന്നെയാണ്, പക്ഷേ വിത്ത് ദ ബേസ് ഇ. ഓക്കെ, ഇ എന്താണെന്നുള്ളത് നമ്മൾ ക്ലിയർ കട്ടായിട്ട് പറഞ്ഞിട്ടുള്ള, ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പം ഇവിടെ ബേസിക്കലി ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞാൽ ബേസിക്കലി അത് മീൻ ചെയ്യുന്ന എന്തുവെന്ന് ചോദിച്ചാൽ ഓക്കെ വൈ റേസ് ടു അല്ല ഇ റേസ് ടു വാട്ട് എക്സ് ഗീവ്സ് അസ് വൈ എന്ന. ഓക്കെ, അതായത് ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അത് ആക്ച്വലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇ റേസ് ടു വാട്ട് വാല്യൂ ഓഫ് എക്സ് ഗീവ്സ് അസ് വൈ എന്ന നമ്മൾ ക്ലിയർ കട്ടായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലായാൽ മാത്രമേ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ബെറ്റർ റെക്കമെൻഡ് അത് പോയി കണ്ടിട്ട് വരിക. ഓക്കെ, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവും. കാരണം ഇല്ലെങ്കിൽ ഈ പറയുന്ന എങ്ങനെ ln ഓഫ് 1 0 എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഡിനോമിനേറ്റർ 0 എന്ന കണ്ടീഷൻ എന്താ? ln ഓഫ് എക്സ് എന്ന് പറയുന്നിടത്ത് എക്സ് എന്ന് പറഞ്ഞ പോയിന്റ് 1 ആവണം. അപ്പം അതായത് നാച്ചുറൽ ലോഗ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ എന്താ y ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 0 എന്ന് വരും. അത് അൺഡിഫൈൻഡ് ആണ്. സോ അങ്ങനെ നമുക്കിപ്പോൾ ഒരു പോയിന്റ് കിട്ടി. എന്താണ് ആ പോയിന്റ്? നേരത്തെ തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ -2 കിട്ടി. എന്നോട്ട് എക്സ് ഈക്വൽ ടു -2 പോലെ നമുക്ക് ഇവിടെ കിട്ടി എന്താ? എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് കിട്ടി. പക്ഷെ 1 മാത്രമാണ് ഇവിടെ അൺഡിഫൈൻഡ് അല്ല. അതെന്താ? അത് ഫംഗ്ഷൻ അനുസരിച്ച് വേരി. അതായത് ഇത് ഒരു ലോഗ് ഫംഗ്ഷൻ, നാച്ചുറൽ ലോഗ്. നാച്ചുറൽ ലോഗിന്റെ ഒരു കുഴപ്പമുണ്ട്. അതായത് ഇത് 0യിലും നെഗറ്റീവ് നമ്പറിലും അൺഡിഫൈൻഡാ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ ജസ്റ്റ് ആ ലോഗിന്റെ സീരീസ് കണ്ടാൽ അറിയാം. അതായത് ബേസിക്കലി ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് വെച്ചോ. അപ്പം ഞാൻ ഈ എക്സിന് 0 ഇട്ട് കൊടുക്കാൻ പോവാം. 0 ഇട്ട് കൊടുത്താൽ അതിന്റെ ആക്ച്വൽ മീനിങ് എന്താണെന്നറിയോ? ഇ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് അസ് ദിസ് എക്സ്. അതായത് ഇ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് അസ് 0. നിങ്ങളായിട്ടൊന്ന് ചിന്തിച്ചു നോക്ക്. ഇ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് അസ് 0. ഇ റേസ് ടു 1 ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇ കിട്ടും. ഇ റേസ് ടു 0 ഇട്ട് കൊടുത്താൽ 1 കിട്ടും. സോ അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇ റേസ് ടു 0 ഇട്ട് കൊടുത്താൽ നമുക്ക് 1 കിട്ടും, അല്ലെ ഇ റേസ് ടു 1 ഇട്ട് കൊടുത്താൽ നമുക്ക് ഇ കിട്ടും. പക്ഷെ എന്റെ ക്വസ്റ്റ്യൻ ഇതാ, ഇ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് അസ് 0. നമുക്കൊരു ആൻസർ ഉണ്ടോ? ഇല്ല. എന്ത്? നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ പോയിന്റ് ഏതാ? 0. ഇ റേസ് ടു 0 ഇട്ട് കൊടുത്താൽ നമുക്കറിയാലോ 1 കിട്ടും. ഇ റേസ് ടു 1 ഇട്ട് കൊടുത്താൽ ഇ കിട്ടും. സോ 0യും 0യ്ക്ക് മേലോട്ടുള്ള ഒരൊറ്റ നമ്പർ സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ 0യ്ക്ക് താഴോട്ടുള്ള നമ്പർ എടുക്കുക, അത് നെഗറ്റീവ് നമ്പർ. ഓക്കെ, ഇ റേസ് ടു നെഗറ്റീവ് നമ്പർ എടുത്ത് സപ്പോസ് ഇ റേസ് ടു -0.5 എടുത്ത് അതെന്തോ 1 ഇ റേസ് ടു 0.5 ആൻഡ് ഇ എന്ന് പറയുന്നതിന്റെ വാല്യൂ ഒരു 2.718 എന്ന് പറഞ്ഞൊരു പോസിറ്റീവ് വാല്യൂ. സോ എ പോസിറ്റീവ് നമ്പർ റേസ് ടു എ പോസിറ്റീവ് നമ്പർ ഓൾവേസ് ഗീവ്സ് എ പോസിറ്റീവ് നമ്പർ. ഓക്കെ, അപ്പം 1 എ പോസിറ്റീവ് നമ്പർ എന്ത് കിട്ടും? ഒരു പോസിറ്റീവ് നമ്പർ തന്നെ കിട്ടും. അതായത് നമുക്ക് വേണ്ടുന്ന 0 ആണ്. അതായത് ഇ റേസ് ടു വാട്ട് വാല്യൂ ഗീവ്സ് അസ് 0. ബട്ട് ഇ റേസ് ടു നെഗറ്റീവ് നമ്പർ നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് പോസിറ്റീവ് നമ്പർ കിട്ടി. നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തിരുന്ന ഇ റേസ് ടു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താലും നമുക്കൊരു പോസിറ്റീവ് നമ്പർ കിട്ടും. ഓക്കെ, ഇ റേസ് ടു 0 ഇട്ട് കൊടുത്താൽ നമുക്ക് 1 കിട്ടും. ആൻഡ് ഇ റേസ് ടു 1 അങ്ങോട്ടുള്ള പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താൽ പിന്നെ അത് അങ്ങനെ കൂടിപ്പോയിക്കൊണ്ടിരിക്കത്തുള്ളൂ. അതായത് ഇ റേസ് ടു ഒരു നമ്പരും നമുക്ക് 0 തരത്തില്ല. മനസ്സിലായി? നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇ റേസ് ടു ഒരു നമ്പറിനെ കൊണ്ട് നമുക്ക് 0 തരാൻ പറ്റത്തില്ല. നെഗറ്റീവ് നമ്പർ ഇട്ട് നോക്കി നമുക്ക് എന്താ കിട്ടിയ? ഒരു പോസിറ്റീവ് നമ്പറാ. ഓക്കെ, 0 ഇട്ട് നോക്കി നമുക്ക് കിട്ടിയ എന്താ? 1. ഒരു പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്ത് അപ്പൊ എന്താ പറ്റും? ഇ റേസ് ടു ആ നമ്പറോ അതങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. അതായത് ഇ റേസ് ടു എന്ത് നമ്പർ ഇട്ട് കൊടുത്താലും നമുക്ക് 0 എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടത്തില്ല. 0യോട് വളരെ ക്ലോസ് ആയിട്ടൊരു വാല്യൂ എത്താന്നേ ഉള്ളൂ. അതായത് അത്രത്തോളം എന്താ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്ത് നോക്ക്. അതായത് ഇ റേസ് ടു ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി നമ്പർ ഇട്ട് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി കിട്ടും.
ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ആണ്. അപ്പൊ 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. 1 ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണോ? അല്ല, സീറോയുടെ വളരെ അടുത്തുള്ള ഒരു വാല്യൂ. അതായത് മേ ബി 0.000000001 അല്ലെങ്കിൽ 10 ലക്ഷം സീറോ വേണ്ട ഒരു 1 എങ്ങനെ വേണേലും വരാം. ബട്ട് സ്റ്റിൽ അതിന് 0 ആവാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഇ റേസ് നെഗറ്റീവ് ഇൻഫിനിറ്റി എടുത്താലും അത് 0 ആവാൻ പറ്റത്തില്ല. സീറോയുടെ വളരെ അടുത്തൊരു വാല്യൂ ആവാനേ പറ്റൂ. അപ്പം മനസ്സിലായി? ഇ റേസ് ടു ഒരു നമ്പറിനെ കൊണ്ട് നിങ്ങൾക്ക് 0 വരാൻ പറ്റത്തില്ല. ഇ റേസ് ടു ഒരു നമ്പറിനെ കൊണ്ട് നിങ്ങൾക്ക് 0 വരാൻ പറ്റത്തില്ലെങ്കിൽ ഇ റേസ് ടു ഒരു നമ്പറിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നമ്പറും തരാൻ പറ്റത്തില്ല. അത് 0 തന്നെ എത്താൻ നമ്മളിവിടെ പാടുപെടുക. അപ്പൊ 0ക്ക് താപ്പോട്ടുള്ള നെഗറ്റീവ് നമ്പർ എന്ന് ആലോചിച്ച് നോക്ക്. അതായത് ബേസിക്കലി പറഞ്ഞാൽ ഇ റേസ് ടു ഒരു നമ്പറിനും നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് നമ്പറോ 0 തരാൻ പറ്റില്ല. പക്ഷേ 0ക്ക് മേലുള്ള 0 പ്ലസ് തൊട്ട് പോസിറ്റീവ് നമ്പറുകൾ നിങ്ങൾക്ക് തരാൻ പറ്റും. അത്രയും മാത്രം മനസ്സിലാക്കിയത്. ആൻഡ് നമ്മൾ പറഞ്ഞത് ഇ റേസ് ടു ഒരു നമ്പറിനും. ഓക്കെ, ആൻഡ് ഈ ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് മീനിങ് എന്താ? ഇ റേസ് ടു എന്താ വാട്ട് വൈ. അതായത് ഇ റേസ് ടു വൈ നമുക്ക് എക്സ് തരണം, അതാണ് കോൺസെപ്റ്റ്. സോ ഇ റേസ് ടു വൈ എന്ന് പറയുന്ന വാല്യൂവിന് ഒരിക്കലും നമുക്കൊരു 0 തരാൻ പറ്റത്തില്ല, ഒരു നെഗറ്റീവ് നമ്പറും തരാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പം ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂ 0 ആവാൻ പറ്റത്തില്ല, നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുകൊണ്ട് നാച്ചുറൽ ലോഗ് ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ 0 നെഗറ്റീവ് നമ്പർ. എന്താണെന്ന് മനസ്സിലായില്ലേ? ജസ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു, ചിലപ്പോൾ കൺഫ്യൂസ് ആയിട്ടുണ്ടായിരിക്കും. അതായത് നമ്മൾ പറഞ്ഞ എന്താ, ഇ റേസ് ടു ഒരു നമ്പറിനും നമുക്ക് 0 തരാൻ പറ്റത്തില്ല, നെഗറ്റീവ് നമ്പേഴ്സും തരാൻ പറ്റത്തില്ല. ആൻഡ് ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്നതിന്റെ മീനിങ് എന്താ? ഇ റേസ് ടു വൈ ഗീവ്സ് എക്സ് എന്നാ. അതായത് ശ്രദ്ധിച്ചേക്ക്, ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാല് എന്താണ്? ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് എക്സ്. നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മുടെ മറ്റേ ലോഗരിതത്തിന്റെ സെഷനിൽ പറയുന്നുണ്ട്. മനസ്സിലാത്തവർക്ക് അവിടെ പോയിട്ട് വന്നത് ക്ലിയർ കട്ടായിട്ട് ഇവിടെ മനസ്സിലാവും. ഓക്കെ, അല്ലാത്തവർക്ക് ഞാൻ പറയുന്നത്, അതായത് ln ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് എക്സ്. ഓക്കെ, അപ്പൊ ഈ എക്സിന് ഇവിടെ 0 നെഗറ്റീവ് നമ്പറും വന്നെന്ന് വെച്ചോ. 0 നെഗറ്റീവ് നമ്പറും വന്നു കഴിഞ്ഞാൽ ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് 0 ആൻഡ് നെഗറ്റീവ് നമ്പർ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇ റേസ് ടു നോ നമ്പർ ക്യാൻ ഗീവ് അസ് എന്താണ്? 0 ആൻഡ് നെഗറ്റീവ് നമ്പർ. സോ ആ പറയുന്ന എന്താണ്, വൈയുടെ ഒരു വാല്യൂവിനെ കൊണ്ടും ഇവിടുത്തെ എക്സ് 0 നെഗറ്റീവ് ആക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് പറ്റി? അത് അൺഡിഫൈൻഡ് ആണ്. അതായത് ബേസിക്കലി അതിന്റെ മീനിങ് എന്താന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ നാച്ചുറൽ ലോഗിന്റെ അകത്ത് 0 വരാൻ പറ്റത്തില്ല, നെഗറ്റീവ് നമ്പറും വരാൻ പറ്റത്തില്ല. നാച്ചുറൽ ലോഗ് 0 വന്നെന്ന് വെച്ചോ, അതായത് ln ഓഫ് 0 ഈക്വൽ ടു വൈ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് 0 ഉണ്ടോ അങ്ങനെ ഒരു വാല്യൂ? ഇല്ല. നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയാൻ പറ്റും? ഇല്ല. 0 ആവത്തില്ലല്ലോ, 0 അടുക്കാന്നല്ല പറ്റും, അങ്ങനെ ഒരു വാല്യൂ ഇല്ലല്ലോ. അപ്പൊ അത് അൺഡിഫൈൻഡ് ആയി പോയില്ലേ. അതുപോലെ തന്നെ ln ഓഫ് എ നെഗറ്റീവ് നമ്പർ ഗീവ്സ് വൈ എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് ദിസ് നെഗറ്റീവ് നമ്പർ. തരാനുണ്ടോ? ഇല്ല. അപ്പൊ എന്ന് പറ്റി അത് രണ്ടും അൺഡിഫൈൻഡാ. പക്ഷെ ഒരു പോസിറ്റീവ് നമ്പർ എടുത്ത് നോക്ക്, ln ഓഫ് 1 ഈക്വൽ ടു വൈ എന്ന് എടുത്ത് നോക്ക്, തരാനുണ്ട്. എന്താ? ആ വൈ എന്ന് പറഞ്ഞാൽ 0 അതായത് അതിന്റെ കാര്യം എന്താ? ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് 1. എന്താ തന്നെ? ഇ റേസ് ടു 0 ഗീവ്സ് അസ് 1. മനസ്സിലായോ? ഇ റേസ് ടു വാട്ട് വൈ ഗീവ്സ് അസ് 1 എന്നുള്ള ചോദ്യത്തിൽ ഇ റേസ് ടു 0 ഗീവ്സ് അസ് 1 എന്നുള്ള മറുപടി ഉണ്ടെങ്കിൽ അവിടെ വൈ 0 മനസ്സിലായോ? ഇത് നമ്മുടെ നാച്ചുറൽ ലോഗ് ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ട്. അത് ഞാൻ ഒന്നുകൂടി ഇവിടെ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് ഇവിടെ ln ഓഫ് 1 പറ്റത്തില്ല, ln ഓഫ് 0 പറ്റത്തില്ല, ln ഓഫ് നെഗറ്റീവ് നമ്പേഴ്സും പറ്റത്തില്ല. ഓക്കെ, അതിന് ബേസിക്കലി നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ln ഓഫ് നെഗറ്റീവ് നമ്പറും പറ്റത്തില്ല, 0 പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? 0 അല്ല, 0 പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരെ പറ്റും അല്ലേ? അതല്ലേ തൊട്ട് മുമ്പ് പറഞ്ഞത്? ഇത് 0 പറ്റത്തില്ല, പക്ഷെ 0 തൊട്ട് കഴിഞ്ഞുള്ള വാല്യൂ തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെ പറ്റും. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ 0 പ്ലസ്. അതായത് ഇ റേസ് ടു ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി ഇട്ട് നോക്ക്, അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1 ബൈ ഇ റേസ് ടു ഇൻഫിനിറ്റി. അതായത് 1 ബൈ ഇൻഫിനിറ്റി. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നിയർലി ക്ലോസ് ടു 0 ബട്ട് നോട്ട് 0. ഓക്കെ, നിയർലി ക്ലോസ് ടു 0 ബട്ട് നോട്ട് 0 എന്ന് പറയുന്നത് എന്താ? 0 പ്ലസ് എന്ത്? 0യുടെ റൈറ്റ് സൈഡിലുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് നമ്പർ. 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് നമ്പറാണ്. ഓക്കെ, അതിന് 1 ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു 0 മനസ്സിലായല്ലോ? നിങ്ങൾ കൺഫ്യൂസ് ആയോ? കൺഫ്യൂസ് ആയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യം എന്തായിരുന്നു? ഈ റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് അസ് 0. അപ്പം എന്താണ് നമ്മളിതാ ഇങ്ങനെ എടുത്ത് അതിനെ ഇ റേസ് ടു കെ ഗീവ്സ് എഫ് എന്ന് പറഞ്ഞെടുത്ത്. ഓക്കെ,
ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, വാട്ട് വാല്യൂ ഓഫ് കെ, ഓക്കെ, വാട്ട് വാല്യൂ ഓഫ് ദിസ് കെ ഗിവ്സ് എഫ് as 0. ഇതാണ് മെയിൻ റിക്വയർമെന്റ്. അതായത് കെയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ എഫ് 0 ആവുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു നമ്പർ 0 ഇട്ട് കൊടുത്ത് കെയ്ക്ക്, അപ്പൊ നമുക്ക് കിട്ടിയ എന്താ, എഫ് എന്ന് പറഞ്ഞ വാല്യൂ 1. പക്ഷെ നമുക്ക് ആക്ച്വലി വേണ്ടുന്ന എഫ് എന്തോന്നാ, 0. 0 കാട്ടി വലിയൊരു നമ്പറാണ് നമുക്ക് ഇവിടെ കിട്ടിയ എഫിന്. ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്ന ഡിസൈഡ് വാല്യൂ 0 ആയിരുന്നു. പക്ഷെ നമ്മൾ കിട്ടിയത് ഏതാ, 1. എന്ത്, ഇവിടെ കെയ്ക്ക് 0 ഇട്ട് കൊടുത്തപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, കെയ്ക്ക് 1 ഇട്ട് കൊടുത്തു. കെയ്ക്ക് 1 ഇട്ട് കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ എന്തോന്നാ, e⁻1, അതായത് 2.718. ഓക്കെ, ഇനി ഞാൻ കെയ്ക്ക് 2 ഇട്ട് കൊടുത്ത്. കെയ്ക്ക് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, e⁻2 എന്ന് കിട്ടും. e⁻2 എന്താണ്, അതൊരു പോസിറ്റീവ് നമ്പർ. അതായത് എനിക്ക് ഇവിടുന്ന് മനസ്സിലായ ജനറൽ ട്രെൻഡ് എന്താ, എനിക്ക് ആക്ച്വലി വേണ്ടുന്നത് എഫിന് 0 എന്ന് പറഞ്ഞ വാല്യൂ വേണ്ടുന്നത്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കെയ്ക്ക് 0 ഇട്ട് കൊടുത്തപ്പോ എനിക്ക് ആക്ച്വലി കിട്ടിയത് 1. ഓക്കെ, 0 കാട്ടിലും വലിയ നമ്പർ എനിക്ക് കിട്ടിയത്. അതുപോലെ ഞാൻ കെയ്ക്ക് 1 2 ഇട്ട് കൊടുത്തപ്പം ഈ 1-നെക്കാട്ടിലും വലിയ വലിയ വാല്യൂസ് എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പൊ എനിക്ക് അതിന് ജനറൽ ആയിട്ട് മനസ്സിലായ ഒരു കാര്യം എന്താ, അതായത് ഈക്ക് ഞാൻ 0യോ അതിന് മേലോട്ടുള്ള വാല്യൂകൾ ഇട്ട് കൊടുത്താൽ എനിക്ക് കിട്ടുന്ന റിസൾട്ട് എന്താ, 1ഓ അല്ലെ 1-നെക്കാട്ടി കൂടുതലോ. ഇത്രയും മനസ്സിലായി. അതായത് ഞാൻ കെയ്ക്ക് 0യോ 0ക്ക് മേലോട്ടുള്ള എനി വാല്യൂ ഇട്ട് കൊടുത്താൽ എനിക്ക് കിട്ടുന്ന എഫിന്റെ റിസൾട്ട് എന്തോന്നാ, 1ഓ 1-ന് മേലോട്ടോ. പക്ഷെ എനിക്ക് ആക്ച്വലി വേണ്ടുന്ന എഫ് എന്തോന്നാ, 0. അപ്പൊ ഞാൻ കെയ്ക്ക് 0യും 0ക്ക് മേലോട്ട് ഇട്ട് കൊടുത്തപ്പോഴാണല്ലോ എനിക്ക് എഫ് 1ഉം 1-ന് മേലോട്ടും കിട്ടിയത്. അങ്ങനെ തന്നെ കെയ്ക്ക് ഞാൻ 0ക്ക് താഴോട്ട് കൊടുത്താൽ ഈ എഫ് 1-ന് താഴെയാവൂല്ലേ. അതായത് ബേസിക് കോമൺ സെൻസ്. അതായത് കെയ്ക്ക് 0യും 0ക്കും മേലോട്ടുള്ള ഏത് വാല്യൂ ഇട്ട് കൊടുത്താലും നമുക്ക് കിട്ടുന്ന എഫിന്റെ വാല്യൂ എന്തുമായിരിക്കും, 1ഉം 1-ന് മേപ്പോട്ടുള്ള വാല്യൂ. പക്ഷെ നമുക്ക് ആക്ച്വലി വേണ്ടുന്ന 1ഓ 1-ന് മേപ്പോട്ടുള്ള വാല്യൂ ആണോ, അല്ല, 1-ന് താഴെ കിടക്കുന്ന ഒരു വാല്യൂ, എന്ത്, 0. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, കെയ്ക്ക് 0ക്ക് താഴെ ഒരു വാല്യൂ ഇട്ട് കൊടുത്ത്, എന്ത്, ഒരു ഹോപ്പില് എഫ് 1-ന് താഴോട്ട് വരുമെന്ന്. അതായത് കെയ്ക്ക് 0യും 0ക്ക് മേലോട്ടുള്ള എന്ത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് എഫ് 1ഉം 1-ന് മേലോട്ടുള്ള എന്ത് വാല്യൂയും കിട്ടുന്നത്. പക്ഷെ നമുക്ക് എഫ് കിട്ടുന്നത് 1-ന് താഴെയുള്ള 0 എന്ന് പറഞ്ഞൊരു വാല്യൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഈ കെയ്ക്ക് 0 കാട്ടി താഴെ ഒരു വാല്യൂ ട്രൈ ചെയ്ത്. അതിന് കെ 0യുടെ താഴെ ഒരു വാല്യൂ ഇട്ടു എന്ന് പറഞ്ഞാൽ കെ നെഗറ്റീവ് നമ്പർ എന്നാ. മനസ്സിലായോ? അപ്പൊ എന്ത്, കെ നെഗറ്റീവ്. ഓക്കെ, കെ നെഗറ്റീവ് വന്നാൽ നമ്മുടെ എഫിന്റെ വാല്യൂ എന്ത്, 1-ന് താഴെ വരും, 0യുടെ അടുക്കുമെന്നാണ് നമ്മുടെ ഒരു അസംഷൻ. ശരിയാണെന്ന് നോക്കാം. കെ നെഗറ്റീവായിട്ട് വരുന്നൊരു നമ്പർ എടുക്കും, 0യോട്ട് തന്നെ വളരെ ക്ലോസ് ആയിട്ടുള്ള -0.5. അപ്പം e⁻−0.5, അതായത് e⁻k എന്ന് പറയുന്നത് e⁻−0.5 വരും. e⁻−0.5ന്റെ മീനിങ് എന്താ, e⁻−0.5 ഈക്വൽ ടു 1/e⁻0.5 ആൻഡ് ദാറ്റ്സ് ഈക്വൽ ടു 1/1.6486 എന്ന് പറയും. ഇത് 1 ഡിവൈഡഡ് ബൈ എ നമ്പർ ലാർജർ ദാൻ 1. അത് നമുക്ക് എന്ത് വരും, ഒബ്വിയസ്ലി ഒരു നമ്പർ ലെസ് ദാൻ 1 തരും. മനസ്സിലായില്ലേ? അതായത് 1/e⁻0.5 നമുക്ക് തരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1/1.648 എന്ന് പറഞ്ഞൊരു വാല്യൂ. ഓക്കെ, ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ 1-നെക്കാട്ടി വലിയൊരു വാല്യൂ. അപ്പൊ അത് ഒബ്വിയസ്ലി നമുക്ക് റിട്ടേൺ ചെയ്യുന്ന എഫ് എന്ന് പറഞ്ഞാൽ 1-നെക്കാട്ടി ചെറുതാ. സോ നമ്മുടെ അസംഷൻ കറക്റ്റാ. അതായത് കെയ്ക്ക് നമ്മൾ നെഗറ്റീവ് നമ്പറാ കൊടുക്കുന്നതെങ്കിൽ എഫ് എന്ത് പറ്റും, 1-ന് താഴെ വരും. ഓക്കെ, 1-ന് താഴെ വരുന്നു എന്ന് പറഞ്ഞാൽ അവൻ 0യോട് അടുക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ അസംഷൻ കറക്റ്റ് അല്ലേ, കെ നെഗറ്റീവ് ആയപ്പം എഫ് 0യോട് അടുക്കാൻ തുടങ്ങി. പക്ഷെ നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത കെയുടെ വാല്യൂ എന്താ, -0.5 ഇച്ചിരി ഒരു വലിയ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുക്കുക, എന്ത്, -20. അപ്പൊ എന്ത്, e⁻−20. e⁻−20 എന്ന് പറഞ്ഞാൽ എന്താ, 1/e⁻20. ആൻഡ് e⁻20 ഒരു വലിയ നമ്പറാണ്, കാരണം 2.719 എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം വലിയ നമ്പർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 1a ഡിവൈഡഡ് ബൈ ഒരു ലാർജ് നമ്പർ കിട്ടും. ആൻഡ് ഈ 1a ഡിവൈഡ് ബൈ ഒരു ലാർജ് നമ്പർ നമുക്ക് എന്താ തരുന്നത്, വളരെ ചെറിയൊരു വാല്യൂ. വളരെ ചെറിയൊരു വാല്യൂ എന്ന് പറഞ്ഞാൽ 0യുടെ അടുത്തൊരു വാല്യൂ. അതായത് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കുക, 1 ഡിവൈഡഡ് ബൈ e⁻20 നമുക്ക് എന്താ തരുന്നത്, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. അതായത് 1 ഡിവൈഡ് ബൈ e⁻20 എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡ് ബൈ 48416015 എന്ന് പറഞ്ഞൊരു നമ്പർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 0.000000002065.
ഓക്കെ, ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ഈ കെയ്ക്ക് ഇച്ചിരൂടെ വലിയൊരു നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്തപ്പം എഫ് എന്തായി? സീറോയുടെ അത്രത്തോളം ക്ലോസ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ കെയ്ക്ക് വളരെ വലിയ നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്താൽ എന്ത്? എഫ് അത്രത്തോളം സീറോയോട് ക്ലോസ് ആവും. ആൻഡ് കെയ്ക്ക് അത്രത്തോളം വലിയ നെഗറ്റീവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ആ നെഗറ്റീവ് നമ്പർ? നെഗറ്റീവ് ഇൻഫിനിറ്റി. ഓക്കെ, നമ്മളിപ്പോ കെയ്ക്ക് ഒരു നെഗറ്റീവ് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്താൽ എഫ് സീറോയോട് അത്രത്തോളം എടുക്കും. പക്ഷെ ഒരിക്കലും സീറോ ആവാൻ പറ്റത്തില്ല. മനസ്സിലായി? സീറോയോട് അത്രത്തോളം എടുക്കും, ഒരിക്കലും സീറോ ആവാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ നിങ്ങള് ഈക്ക് നെഗറ്റീവ് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തെന്ന് വെച്ചോ, ഇ റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി, അത് നമുക്ക് എന്ത് തരും? 1/e⁻∞ തരും. എന്ന് പറഞ്ഞാൽ 1/a വെരി ലാർജ് നമ്പർ. 1/a വെരി ലാർജ് നമ്പർ നമുക്ക് എന്ത് തരും? 0.00000 അങ്ങനെ ഒരു ചിലപ്പോൾ ഒരു 10 ലക്ഷം സീറോ അടക്കുകയാണ്, എന്നിട്ടായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഒരു നമ്പർ. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? അവര് വളരെ ക്ലോസ് ആയിട്ട് ടു സീറോ ആണ്, പക്ഷേങ്കില് സീറോ അല്ല. ഇത് വളരെ ക്ലോസ് ആയിട്ട് സീറോ നമ്പർ ആണ്, പക്ഷെ സീറോ അല്ല. അതിന്റെ ആ നമ്പർ പോസിറ്റീവാ, കാരണം 1/e⁻∞ ആ. ഓക്കെ, എ പോസിറ്റീവ് നമ്പർ അറ്റ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ എ പോസിറ്റീവ് നമ്പർ അറ്റ് ഡിനോമിനേറ്റർ. അപ്പൊ അതെന്താ? അതും പോസിറ്റീവാ. അതായത് സീറോയുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ എന്നാ പോസിറ്റീവ്. അതാണ് സീറോ പ്ലസ്. ഇപ്പൊ മനസ്സിലായേ? അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ഒരു റേഞ്ച് എന്താ? 0+ തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇനി നമുക്ക് വേറെ റേഞ്ച് ഉണ്ട്. അതെന്താ? 1 എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതായത് എന്താ? ln(1) എന്ന് പറഞ്ഞാൽ അൺഡിഫൈൻഡാ. ഓക്കെ, അപ്പം 1 എന്ന് പറഞ്ഞ എക്സാക്ട് പോയിന്റിലെ ഇവർക്ക് പ്രശ്നമുള്ളു. 1 മൈനസിലോ 1+ലോ ഇവർക്ക് കുഴപ്പമില്ല, കാരണം ln(1) എന്ന് പറഞ്ഞാൽ 0. അപ്പൊ എന്ത് കിട്ടും? y = 1/0 എന്ന് കിട്ടും. അൺഡിഫൈൻഡ് ആയി പോകും. അപ്പൊ 1 മാത്രം പറ്റൂല, പക്ഷെ 1ന് തൊട്ട് ലെഫ്റ്റിലോട്ടും 1ന് തൊട്ട് റൈറ്റിലോട്ടും പറ്റും. അതായത് 1 മൈനസും 1+ഉം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ അതേ രീതി തന്നെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. നേരത്തെ കേസിൽ നമുക്ക് 2 മൈനസും അല്ല -2 മൈനസും -2+ഉം എന്ന് പറഞ്ഞ ഒറ്റ മീൻസ് എന്താ? ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആയിരുന്നു നമുക്കുണ്ടായത്. അതായത് x = -2 ഡിസ്കണ്ടിന്യൂ ആയതുകൊണ്ട് -∞ തൊട്ട് -2 മൈനസ് വരെ, -2+ തൊട്ട് എന്ത് ഇൻഫിനിറ്റി വരെ, തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ. പക്ഷെ ഇവിടെ -2 എന്ന് പറഞ്ഞൊരു പോയിന്റ് മാത്രമല്ല നമുക്ക് കിട്ടി, നമുക്ക് ഇവിടെ 0യും കിട്ടി 1ഉം കിട്ടി. അതായത് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ 2 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ റേഞ്ച് എന്താ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോയിന്റുകൾ ഏതൊക്കെയാ? 0+, 1 - 1+. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ഇന്റർവെൽസ് എടുക്കാം, പറഞ്ഞുതരാം. പോയിട്ട് പറയുമ്പോ ശ്രദ്ധിച്ചു കേട്ടോ, നേരത്തെ തന്നെ ഉണ്ട്. അതായത് ഇവിടുത്തെ കേസ് എന്താന്ന് ചോദിച്ചാൽ, ഇവിടെ നമുക്ക് നെഗറ്റീവ് നമ്പറോ സീറോ പറ്റത്തില്ല, കാരണം ലോഗ് അൺഡിഫൈൻഡാ. അപ്പൊ നമുക്ക് എന്ത് പറ്റി? -∞ to 0 എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് ഇവിടെ പറ്റത്തില്ല. മനസ്സിലായി? കാരണം ഇവിടെ നമുക്ക് -∞ ഒന്നും നമുക്ക് വരാൻ പറ്റത്തില്ല, കാരണം നെഗറ്റീവ് നമ്പർ ഈസ് നോട്ട് ഡിഫൈൻഡ് ഫോർ എന്ത്? ലോഗരിതം. ആൻഡ് 0 ഈസ് ഓൾസോ നോട്ട് ഡിഫൈൻഡ് എന്ത്? നാച്ചുറൽ ലോഗിന്. അപ്പൊ എന്തൊരു -∞ തൊട്ട് 0 വരെ പറ്റൂല. പിന്നുള്ള എന്താ? 0+ തൊട്ട്. പിന്നുള്ള എങ്ങനെ? 0+ തൊട്ട് ഇൻഫിനിറ്റി വരെ. പക്ഷെ അവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ 0+ തൊട്ട് ഇൻഫിനിറ്റി വരെ എന്ന് പറഞ്ഞ വാല്യൂവിന്റെ ഇടയ്ക്കലത്തെ ഒരു വാല്യൂടെ 1, ആൻഡ് ആ 1ലാണ് ഡിസ്കണ്ടിന്യൂറ്റി. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ എടുക്കാം? 0+ തൊട്ട് 1- വരെയും 1+ തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. മനസ്സിലായി ഇവിടെ എങ്ങനെ റേഞ്ച് എടുക്കുന്നതെന്ന്? ഓക്കെ, ഇതാണ് മെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ, പക്ഷെ ഇവിടെ എടുക്കുന്ന രീതിക്ക് ഒരു ഇത്തിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി നേരത്തെ തൊട്ട് മുമ്പേ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ 0+ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതൊരു എക്സാമ്പിൾ ആണ്. 1- എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതായത് 1 ലെഫ്റ്റിലുള്ള എന്നാൽ 1നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രം, എത്ര വേണേലും വരാം. അതുപോലെ 1+ എന്ന് പറഞ്ഞാൽ 1ന് റൈറ്റ് സൈഡിലോട്ടുള്ള എന്നാൽ 1ന് വളരെ ക്ലോസ് ആയിട്ടുള്ള വാല്യൂ. ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ റേഞ്ച് അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ റേഞ്ച്? 0 തൊട്ട് 1 വരെയും 1 തൊട്ട് ഇൻഫിനിറ്റി വരെ. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. 0 തൊട്ട് 1 വരെ അല്ല, 0 തൊട്ട് 1- വരേക്കും. ഓക്കെ, 1+ തൊട്ട് ഇൻഫിനിറ്റി വരേക്കും. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇന്റർവെൽ എടുക്കാം, 0 തൊട്ട് 1- വരേക്കും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ നോക്കും, 0+. ഓക്കെ, ഇത് നമ്മുടെ ഫസ്റ്റ് റേഞ്ചിന്റെ ഏറ്റവും ലെഫ്റ്റിലത്തെ വാല്യൂ. നമ്മൾ വന്നുള്ള 4 വാല്യൂസ് നമുക്ക് എടുക്കാന്ന്. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന 4 വാല്യൂസ് എന്തോന്നാ? 0+, 1-. ഓക്കെ, 0+, 1-,
പിന്നെ 1 പ്ലസ് ഇൻഫിനിറ്റി, ഇതാണ് നമ്മുടെ 4 പോയിന്റ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഏറ്റവും ആദ്യം 0 പ്ലസ് എടുക്കുന്നു. ഓക്കെ, 0 പ്ലസ് എടുക്കുന്നു. 0 പ്ലസ് എടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ എന്തോന്നാ, മറക്കല്ലത്. നമ്മുടെ ഫംഗ്ഷൻ എന്താ വെച്ചാൽ എക്സ് ഡിവൈഡഡ് ബൈ ln ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ 0 പ്ലസ് ഒരു വാല്യൂ എടുത്ത്, ഇതാ തൽക്കാലത്തേക്ക് എടുത്ത വാല്യൂ, ഇതെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓക്കെ ഇട്ട് കൊടുത്ത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി ബേസിക്കലി, അതായത് ന്യൂമറേറ്ററിൽ ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു നെഗറ്റീവ് നമ്പർ. ഇതെങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി ആയി നിങ്ങൾക്ക് അറിയില്ല. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നോണ്ടിരുന്നത് എന്താ, ഇ റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി ഗിവ്സ് അസ് എ നമ്പർ വെരി ക്ലോസ് ടു 0. ഓക്കെ, അതല്ലേ ഇത്, ഇ റേസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി ഗിവ്സ് അസ് എ നമ്പർ വെരി ക്ലോസ് ടു 0. സോ ഇതെങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറയണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇത്രയും നേരമായിട്ട് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് അത് തന്നെ. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചെടുത്താൽ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നേ ഉള്ളൂ. അപ്പൊ ന്യൂമറേറ്ററിൽ ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു എന്ത് നെഗറ്റീവ് നമ്പർ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, ന്യൂമറേറ്ററിലുള്ളത് വളരെ ചെറിയൊരു വാല്യൂ ആൻഡ് ഡിനോമിനേറ്ററിലുള്ള വളരെ വലിയൊരു വാല്യൂ. മനസ്സിലായി? അതായത് ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന നമ്പർ നോക്ക്, 0യോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന നമ്പർ നോക്ക്, ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം ഇത് പെർഫെക്റ്റ് എക്സാമ്പിൾ. അതായത് ന്യൂമറേറ്ററിൽ ഒരു ചെറിയ നമ്പറെ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു യമകണ്ഠ നമ്പർ എന്ത് വരും? ഒബ്വിയസ്ലി നമുക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? 0യോട് വളരെ ക്ലോസ് ആയിട്ടൊരു വാല്യൂ ആയിരിക്കും. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0, അത്രേ ഉള്ളൂ. അത് മനസ്സിലായേ? ഇനി ഞാൻ ജസ്റ്റ് ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്ത് എക്സ് ഈക്വൽ ടു 0.5. നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഇവിടെ എക്സ് ഈക്വൽ ടു 0.5 പ്രത്യേകിച്ച് ഒന്നും ചെയ്യുകയില്ല. പക്ഷേ 0യുടെയും 0 പ്ലസിന്റെ 1 മൈനസിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു റേഞ്ചിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന നമ്പർ മാത്രമാണ് 0.5. അതുകൊണ്ട് അത് എടുത്തതേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് എക്സ് ഡിവൈഡഡ് ബൈ ln ഓഫ് എക്സ് വൈയുടെ ആണ് ഇട്ട് കൊടുത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? ന്യൂമറേറ്ററിൽ ഒരു പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലെ നെഗറ്റീവ് നമ്പർ. നമുക്ക് എന്ത് കിട്ടും? ഒബ്വിയസ്ലി ഒരു നെഗറ്റീവ് നമ്പർ തന്നെ കിട്ടും. ഇനി ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്, ഇവിടെ 0 ആയിരുന്നെങ്കിൽ ഇവിടെ നെഗറ്റീവ് 0.72. അതായത് 0 ഓക്കെ 0 പ്ലസ് 0.5 വരേക്കും എത്തിയപ്പം എന്ത് ചെയ്ത് നമ്മുടെ y വാല്യൂ ഡിക്രീസ് ചെയ്ത്, ആക്ച്വലി 0 നെഗറ്റീവ് 0.72 ഡിക്രീസ് ചെയ്ത്. നമ്മുടെ തൊട്ടുമുമ്പത്തെ എക്സാമ്പിൾ ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷെ ഇവിടെ ഡിക്രീസ് ചെയ്ത്. മനസ്സിലായോ? ഇനി നമ്മുടെ അടുത്ത പോയിന്റ് എടുക്കുക, 1 മൈനസ്. ഓക്കെ, 1 മൈനസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കും. ഓക്കെ, അതായത് 1ന്റെ ലെഫ്റ്റിലുള്ള എന്നാൽ 1നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വാല്യൂ. അപ്പോൾ എന്ത് ചെയ്ത് നമ്മുടെ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് എക്സ് ഡിവൈഡഡ് ബൈ ln ഓഫ് എക്സ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? മേളിൽ എന്തായാലും ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കുമല്ലോ. ഡിനോമിനേറ്റർ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താ? ഒരു നെഗറ്റീവ് നമ്പർ. പക്ഷെ ആ നെഗറ്റീവ് നമ്പർ വളരെ ചെറുതാണ്. ഓക്കെ, അപ്പം ഈ കേസ് എന്താ? മേളിലൊരു ലാർജർ നമ്പർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു വളരെ ചെറിയ നമ്പർ. ഓക്കെ, അല്ലെ മേളിലൊരു ലാർജർ നമ്പർ അല്ല, മേളിലൊരു പോസിറ്റീവ് നമ്പർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ ഒരു വളരെ ചെറിയ നമ്പർ. ആൻഡ് ഇത് എന്തായാലും ഒബ്വിയസ്ലി നമുക്ക് ഇൻഫിനിറ്റി തരും. അതായത് എന്താണ്? മേളിലൊരു ന്യൂമറേറ്ററിൽ ഇനി വാല്യൂ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇൻഫിനിറ്റി ആയിരിക്കും. ആൻഡ് അതെങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പഠിപ്പിച്ചു തരണ്ടല്ലോ. കാരണം ഇതിൻ്റെ അകത്ത് ഇൻറ്റു 10⁻10 മേളിലും ഇൻറ്റു 10⁻10 ഇട്ട് നോക്ക്. അപ്പൊ താഴെ കിടക്കുന്ന വാല്യൂ 1 മേളിൽ കിടക്കുന്ന വാല്യൂ 10⁻10. ഒബ്വിയസ്ലി 10⁻10 എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു വാല്യൂ ആണല്ലോ. അതുപോലെ ഇഷ്ടം പോലെ വാല്യൂസ് വരാം. അപ്പൊ ഇൻഫിനിറ്റിയും ബേസിക് തിങ്സ്. ആൻഡ് ഇവിടുത്തെ സൈൻ എന്തോന്നാ? നെഗറ്റീവാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് നെഗറ്റീവ് ഇട്ട് കൊടുത്ത്. ആൻഡ് ഇവിടെ ഇത് എങ്ങനെ നെഗറ്റീവായി എന്ന് ചോദിക്കല്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരുന്ന സെയിം സാധനം തന്നെ. മനസ്സിലായി? അതായത് ഇ റേസ് ടു വാട്ട് നമ്പർ ഗിവ്സ് ദിസ് നമ്പർ. ഓക്കെ, അതായത് ഇ റേസ് ടു 0 ആണല്ലോ നമുക്ക് 1 തരുന്നത്. പക്ഷെ ഇവിടെ എന്ത് 1 അല്ലല്ലോ ഇരിക്കുന്നത്, 1നേക്കാട്ടി ചെറിയ താഴെ ഒരു വാല്യൂ അല്ലേ. അപ്പൊ ഇ റേസ് ടു 0 അല്ലല്ലോ എടുക്കുന്നത്, 0നെക്കാട്ടി ചെറിയ താഴെയുള്ള ഒരു വാല്യൂ അല്ലേ എടുത്തിട്ട് കാര്യമുള്ളൂ. അതായത് ഇവിടെ 1 ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് കിട്ടിയത്? ഇവിടെ 0 കിട്ടിയേനെ. ഓക്കെ, പക്ഷെ ഇവിടെ 1 അല്ലല്ലോ, 1നേക്കാട്ടി താഴെയുള്ളൊരു വാല്യൂ അല്ലേ. അപ്പൊ നമുക്ക് ആക്ച്വലി കിട്ടുന്നത് എന്താ? 0 അല്ലല്ലോ, 0നെക്കാട്ടി താഴെ ഒരു വാല്യൂ അല്ലേ. ഓക്കെ, ആൻഡ് ഇവിടെ 1നേക്കാട്ടി വലിയ താഴെയൊന്നും അല്ലല്ലോ, 1ന്റെ തൊട്ട് താഴെയല്ലേ.
അപ്പോൾ സീറോയുടെ തൊട്ട് താഴെയല്ലേ നമുക്ക് വേണ്ടുന്നത്. സീറോയുടെ തൊട്ട് താഴെ എന്ന് പറഞ്ഞാൽ സീറോ നെഗറ്റീവ്, അത്രേ ഉള്ളൂ. അപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റി. ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താ, അതായത് ആക്ച്വലി ബേസിക്കലി ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതായത് 0+ തൊട്ട് 1 മൈനസ് വരെ എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ ആക്ച്വലി നമ്മുടെ y വാല്യൂ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. അതായത് 0 ആയിരുന്നു, പിന്നെ ഇന്റർമീഡിയറ്റ് പോയിന്റ് -0.75, പിന്നെ നെഗറ്റീവ് ഇൻഫിനിറ്റി. അതായത് ബേസിക്കലി നമ്മുടെ y വാല്യൂ ഇവിടെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. സോ അതാണ് അവിടുത്തെ കൺക്ലൂഷൻ ആ റേഞ്ചിൽ. ഇനി നമ്മുടെ സെക്കൻഡ് റേഞ്ച് എടുക്ക്. നമ്മുടെ സെക്കൻഡ് റേഞ്ച് എന്തോന്നാ, 1+ തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പം ഇവിടെ എന്താണ് എക്സ് ടെൻസ് ടു 1+. നമുക്ക് ആദ്യത്തെ നമ്മുടെ 1+ എന്ന് പറഞ്ഞ റേഞ്ച് തന്നെ എടുക്കുക. 1+ ബേസിക്കലി ഇങ്ങനെ ഇരിക്കുന്ന നമ്പർ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് ഇത് എടുക്കുക. അപ്പൊ എന്തെടുത്ത് എക്സ് ഡിവൈഡഡ് ബൈ ln ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 1 ഡിവൈഡഡ് ബൈ എന്ത്, എ നമ്പർ ബട്ട് എ വെരി സ്മോൾ നമ്പർ. ഓക്കെ, 1 ഡിവൈഡഡ് ബൈ എ വെരി സ്മോൾ നമ്പർ നമുക്ക് എന്ത് തരും, വലിയ നമ്പർ തരും, ലൈക്ക് ഇൻഫിനിറ്റി. ആൻഡ് ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പോസിറ്റീവാ, സോ ഇതും പോസിറ്റീവാ. ഇത് ln ഓഫ് 1.0001 എങ്ങനെ ഇതായി എന്ന് ചോദിക്കില്ല. ഓക്കെ, ഇത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ln ഓഫ് 1 നമുക്ക് എന്ത് തരും, 0 തരും. അപ്പം ln ഓഫ് 1ന് തൊട്ട് മേലുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് തരും, 0ക്ക് തൊട്ട് മേലുള്ള വാല്യൂ തരും. അത്രേ ഉള്ളൂ ഇത്. ഓക്കെ, ഇനി നമ്മുടെ ഒരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്ത് x = 2 എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സ് ഡിവൈഡഡ് ബൈ ln ഓഫ് എക്സ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 2 ഡിവൈഡ് ബൈ 0.693 എന്ത് കിട്ടി, 2.89. അതായത് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 കുറഞ്ഞത് മനസ്സിലായോ. 1+ന്ന് ജസ്റ്റ് 2 പോയപ്പോ തന്നെ എന്ത് ചെയ്ത്, പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 കുറഞ്ഞു. അതായത് ഭയങ്കരമായിട്ട് ഡൗൺ ആയി, മനസ്സിലായോ. ഇനി അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത്, ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഇത്രയും നേരം ഇ എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞില്ലേ, ആ ഇയെ കുറിച്ചാണ് നമ്മൾ ബേസിക്കലി പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ എന്താ, ഇവിടെ എക്സ് ഡിവൈഡ് ബൈ ln ഓഫ് എക്സ് അല്ലേ. അപ്പം e റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് us ദിസ് എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേ. അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ln ഓഫ് ഇ എന്താ ആക്ച്വലി, അതായത് e റേസ് ടു വാട്ട് നമ്പർ ഗീവ്സ് ഇ, 1. സോ ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1 കിട്ടും അല്ലേ. ആൻഡ് ആക്ച്വലി ഇയുടെ വാല്യൂ എന്തോന്നാ, 2.718 ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഈ 2.718 എന്ന് പറയുന്നത് ഈ 1+ന്റെയും ഇൻഫിനിറ്റിയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വാല്യൂ അല്ലേ. സോ ഈ റേഞ്ചിനുള്ളിൽ വരും നമ്മുടെ ഇ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ആ ഇയും കൂടി ഇതിന്റെ അകത്തോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പോവാ. നമ്മുടെ ഇ എന്തോന്നാ, 2.718. തൽക്കാലത്തേക്ക് ഇത് മാത്രം എടുത്തോ, ഇത്രയും മാത്രം എടുത്താൽ മതി. ഇയുടെ വാല്യൂ ഇച്ചോടെ നീളമുണ്ട്, ഇത് മാത്രം എടുത്തോ. എങ്ങനെ പോയാലും ഈ വാല്യൂ ഈ റേഞ്ചിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വാല്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കയറി ഇ എന്ന് പറയുന്ന വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ വേറൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കും, 2.6. ഇതെന്തിനാന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ട്രെൻഡ് അറിയണം. അതായത് എന്താണ്, ഈ കേസിൽ 1+ എന്ന് പറഞ്ഞെടുത്ത് ഇൻഫിനിറ്റി ആയിരുന്നു, നേരെ 2 വന്നപ്പോ തന്നെ അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതായത് നമുക്ക് മനസ്സിലായത് എന്താ, 1+ന്ന് 2 ഉണ്ടായ ചേഞ്ച്, അതായത് ആ കുറവും ഭീകര കുറവാണ്. അതായത് പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അറ്റത്ത് കിടക്കുന്നിടത്തുനിന്ന് 2.89 എത്തി, മനസ്സിലായോ. അതാ സംഭവിച്ചത്. ആൻഡ് ഇതുപോലെ നമ്മുടെ തൊട്ട് മേളത്തെ ഫംഗ്ഷൻ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക്. അതായത് 0+ന്ന് ജസ്റ്റ് 0.5 വരെ പോയപ്പം ഒരു ഡിക്രീസ് ഉണ്ടായി, പക്ഷെ അത് വളരെ ചെറുതാണ്. അതായത് 0ന്ന് -0.72 വലിയ ചേഞ്ച് ഒന്നും ഇല്ലല്ലോ. അതായത് ചേഞ്ച് വളരെ പതുക്കിയ. പക്ഷേങ്കിൽ 0.5 തൊട്ട് എന്ത് 1- എന്ന് പറഞ്ഞ റേഞ്ചിലോട്ട് അടുക്കാൻ നിന്നപ്പോ എന്ത് പറ്റി, ആ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പറയാൻ തുടങ്ങി. അതായത് -0.72 എന്ന് പറയുന്ന ഇങ്ങ് കിടക്കുന്ന വാല്യൂവിനെക്കാട്ടിലും ഒരുപാട് കുറഞ്ഞ് നെഗറ്റീവ് ഇൻഫിനിറ്റി ആയിപ്പോയി. എവിടെ, എക്സ് 0.5ന്ന് 1- പോയപ്പോ. നിങ്ങൾക്ക് മൈൻഡിൽ ഒരു വിഷ്വലൈസേഷൻ വേണം, അല്ലെ നിങ്ങൾക്ക് ഒരു പേപ്പറും പേന എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതായത് എന്താണ്, നമ്മുടെ ഈ ഫംഗ്ഷന്റെ അകത്ത് ഈ കാണുന്ന റേഞ്ചിന്റെ അകത്ത് 0+ന്ന് ഇന്റർമീഡിയറ്റ് പോയിന്റ് ആയിട്ടുള്ള 0.5 വരേക്കും
വളരെ ചെറിയൊരു കുറവായിരുന്നു, അതായത് 0-ന്ന് -0.72 എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കുറവായിരുന്നെങ്കിൽ 0.5 തൊട്ട് 1 മൈനസ് വരെ എന്ന് പറയുന്നിടത്ത് അതിഭീകരമായിട്ടൊരു ഡ്രാസ്റ്റിക് ഡിക്രീസ് ആണ് നടന്നത്. നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ട് ഔട്ടായി. മനസ്സിലായോ? ഇനി നമ്മുടെ അടുത്ത 1ഉം ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ അതേ റേഞ്ച് എടുത്താൽ അവിടെ നമ്മൾ കാണുന്നത് എന്താ, 1+ന്ന് എന്ത് ജസ്റ്റ് 2 വരെ ഒന്ന് എത്തിയപ്പോൾ തന്നെ എന്ത് പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 അതിഭീകരമായിട്ട് കുറഞ്ഞു. കണ്ടോ? അതിഭീകരമായിട്ട് കുറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് കൂടെ എടുക്കുക. എന്തിന്? അതെന്തിനാണ് അവസാനം വരുമ്പോൾ പറഞ്ഞുതരാം. തൽക്കാലം ഇത് മാത്രം കേട്ടാൽ മതി. ഓക്കെ, നമ്മൾ എവിടുന്നാ പറഞ്ഞു പോയത്? ഇ എന്ന് പറഞ്ഞ പോയിന്റുകളുടെ ഇടയിലാന്ന് പറഞ്ഞില്ല. 2.7182 എന്ന് പറയുന്നത് ഈ റേഞ്ചിന്റെ അകത്ത് നിൽക്കുക. ഓക്കെ, നമ്മൾ ഇത്രയും നേരം ഇയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇക്ക് ഇവിടെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുമല്ലോ? കാണും, ഉണ്ട്. അപ്പൊ ഇയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 2.7182 ഡയറക്റ്റ് അതിലോട്ട് കയറുന്നതിന് മുമ്പ് ഇക്ക് തൊട്ട് മുമ്പിലുള്ള ഒരു വാല്യൂ നോക്കുക, 2.6. അപ്പൊ 2.6 നോക്കുമ്പോൾ എന്താ, x/ln(x). 2.6 ഡിവൈഡ് ബൈ ആ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.72. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? 2-ന്ന് 2.6 ഡിക്രീസ് കുറവാ. മനസ്സിലായി? അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 വരെ കുറയുന്ന അത്രയും വലിയ ഭീകരമായിട്ടുള്ള കുറവൊന്നുമല്ല 2.89-ന്ന് 2.72. സോ നമുക്ക് എന്ത് മനസ്സിലായി? അതായത് ആദ്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു വരാം, പിന്നെ പതിയെ കുറയുന്നുള്ളൂ. ഇനി എന്ത്, നമ്മുടെ ആക്ച്വൽ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാൻ പോവാ. ഓക്കെ, ഇ എന്താണ്? 2.7182. ഓക്കെ, അപ്പം y ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ ln(x). ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡിവൈഡ് ബൈ ln(e). ആൻഡ് ഒബ്വിയസ്ലി നമുക്കറിയാം ln(e) എന്ന് പറഞ്ഞാൽ 1 ആ. അതായത് e raised to what number gives e? e raised to 1 gives e. സോ ln(e) എന്ന് പറഞ്ഞാൽ 1. അപ്പം e by 1 എന്ന് കിട്ടും. e എന്താ? 2.7188. ഓക്കെ, അതായത് ഇ എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് 2.7182 എന്ന് പറഞ്ഞ പോയിന്റ് നമ്മുടെ y വാല്യൂ എന്ന് പറയുന്നത് 2.7188 തന്നെ. ഇവിടെ നോക്ക്, 2.6-ന്ന് 2.7182 വന്നപ്പോൾ പിന്നെ ഉണ്ടായ ഡിക്രീസ് അതിലും കുറവാണ്. നിങ്ങൾക്ക് ആ ട്രെൻഡ് മനസ്സിലായി? അതായത് ആദ്യം 1+ന്ന് 2 വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിക്രീസ് അതിഭീകരമാണ്. പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 പെട്ടെന്നൊരു ഡിക്രീസ് സംഭവിച്ച. പക്ഷേ x=2-ന്ന് 2.6 വന്നപ്പോൾ ഉണ്ടായ ഡിക്രീസ് എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടി കുറവാണ്. 2.89-ന്ന് 2.72 വന്നേ ഉള്ളൂ. പക്ഷേ 2.6-ന്ന് ഓക്കെ നമ്മുടെ ഈ എന്ന് പറയുന്ന പോയിന്റ് 2.7182 വന്നപ്പം ആ ഡിക്രീസ് വീണ്ടും കുറവാണ്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഏതാണ്ട് ഈ വാല്യൂ തൊട്ട് ഈ വാല്യൂ വരെയുള്ള ഗ്യാപ്പിനെക്കാട്ടിലും വളരെ കുറവാണ് ഈ വാല്യൂ തൊട്ട് ഈ വാല്യൂ വരെയുള്ള ഗ്യാപ്പ്. അപ്പൊ നമുക്ക് ബേസിക്കലി എന്ത് മനസ്സിലായി? ആദ്യം അതിഭീകരമായിട്ട് കുറഞ്ഞു വന്നിട്ട് പിന്നെന്ത് പറ്റി? വളരെ പതിയെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഈ കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടായിരിക്കും, നമ്മൾ ആ പടെ ഇതിന് മുമ്പുള്ള എക്സാമ്പിളിലുള്ള ഒറ്റ ഇന്റർമീഡിയറ്റ് പോയിന്റ് അല്ലേ എടുത്തുള്ളൂ, പക്ഷേ ഇവിടെ നമ്മൾ ഇതിനെ മൾട്ടിപ്പിൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കുന്നത്. അതായത് ഇപ്പൊ തന്നെ എന്താ 2-3 ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്ത് എന്തിനാന്ന് പറഞ്ഞു വരാം. നമ്മൾ അടുത്തൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുക്കാൻ പോവാ. ഇത് x=3. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഫംഗ്ഷന് കിട്ടും 3 ഡിവൈഡ് ബൈ ln(3). അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 ഡിവൈഡ് ബൈ 1.099. നമുക്ക് എന്ത് കിട്ടി? 2.73. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇവിടെ ആക്ച്വലി ഈ തൊട്ട് മുമ്പുള്ള ഈയിലുണ്ടായിരുന്ന y വാല്യൂവിനെക്കാട്ടിലും കൂടുതലാണ് ഈ കാണുന്ന y വാല്യൂ. അതങ്ങനെ ശരിയോ? ഇത്രയും നേരം കുറഞ്ഞു വന്നോണ്ടിരുന്നല്ലേ അവര്, ഒറ്റയടിക്ക് പിന്നെ അങ്ങനെ കൂടുന്നത്? അതേ നിങ്ങളെ ശ്രദ്ധിച്ചില്ലേ? ആദ്യം 1+ന്ന് 2 വന്നപ്പം പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 അതിഭീകരമായിട്ട് കുറഞ്ഞു. പിന്നെ 2-ന്ന് 2.6 വന്നപ്പം വളരെ പതിയെ കുറഞ്ഞു, 2.89-ന്ന് 2.72. അങ്ങനെ 2.6-ന്ന് നമ്മൾ 2.7188, അതായത് ഈയിലോട്ട് വന്നപ്പം പിന്നെയും കുറഞ്ഞ് ആ കുറവ് തന്നെ പിന്നെ വളരെ കുറച്ചേ കുറഞ്ഞുള്ളൂ. ഓക്കെ, വളരെ കുറച്ച് വന്നു. പക്ഷേ പിന്നെ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഈന്ന് 3 പോയപ്പം നമ്മുടെ y വാല്യൂ ആക്ച്വലി 2.7188-ന്ന് കൂടി 2.73. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഈയിൽ എന്തോ സംഭവിച്ചു. ഇ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞപ്പോ അവര് കൂടാൻ തുടങ്ങി അല്ലേ? ഇനി നമ്മുടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ഏത്? നമ്മുടെ റേഞ്ച് എന്തോന്നായിരുന്നു? ഇതല്ലേ, 1+ തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി. അപ്പൊ ഇൻഫിനിറ്റി വാല്യൂ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ എന്നിട്ട് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ln(∞). എന്നിട്ട് ഇൻഫിനിറ്റി ഡിവൈഡ് ബൈ ഇൻഫിനിറ്റി ഈക്വൽ ടു ഇൻഫിനിറ്റി. അതായത് ബേസിക്കലി നമുക്ക് എന്ത് മനസ്സിലായി ഈ ഫംഗ്ഷനിൽ നിന്ന്? ഇത് ആദ്യം ഓക്കെ
പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് കുറഞ്ഞു വന്ന് ഓക്കെ ഒരു പോയിന്റ് വരെ കുറഞ്ഞു വന്നിട്ട് പിന്നെ ആ പോയിന്റ് കഴിഞ്ഞപ്പോൾ കൂടി അവസാനം തിരിച്ച് ഇൻഫിനിറ്റിയിലോട്ട് തന്നെ ഷൂട്ടായി. ഇത് മനസ്സിലായോ? ഈ ഒരൊറ്റ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ, ഈ ഒരു കാര്യം മനസ്സിലായേ? ഇതാണ് ഇവിടുത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന മെയിൻ സംഭവം. അതാണ് നമ്മുടെ കൺക്ലൂഷനും ഇവിടെ. ഇനി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ എന്തിനാ ഇവിടെ മൾട്ടിപ്പിൾ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്താൽ, അതായത് ഇ എന്ന് പറഞ്ഞൊരു ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ നമ്മൾ ഇക്ക് മുമ്പുള്ള ഇക്ക് കഴിഞ്ഞിട്ടുള്ളതും ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കി. ഓക്കെ, അതെന്തിനാന്ന് ഇനി വഴിയെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മൾ ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എടുത്ത് നോക്കാം. അല്ലെ നമുക്ക് ഇപ്പൊ ഇതുവരെ കിട്ടിയ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് വേണം ഒരു ഗ്രാഫ് എങ്ങനെ ഇരിക്കുമെന്ന് പറയാം. എങ്ങനെ? ഇങ്ങനെ ഇരിക്കുമെന്ന് നമുക്കൊരു ഐഡിയ ഉള്ളു. അതായത് എങ്ങനെ? നമ്മുടെ തൊട്ട് മേലത്തെ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നമുക്ക് ഇവിടെ എത്ര റേഞ്ചാ ഉള്ളത്? ഒന്ന് 1 ഉണ്ട്. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഒരു വെർട്ടിക്കൽ അസിംപ്റ്റോട്ട് ആയിട്ട്. കാരണം എക്സ് ഈക്വൽ ടു 1 തൊടാൻ പറ്റൂല. എക്സ് ഈക്വൽ ടു 1 തൊട്ടാൽ ln ഓഫ് 0 ആയി പോകും, അൺഡിഫൈൻഡ് ആയി പോകും. അതുപോലെ പിന്നുള്ള എന്താ? എക്സ് ഈക്വൽ ടു 0. ഓക്കെ, എക്സ് ഈക്വൽ ടു 0. ഈ രണ്ട് പോയിന്റ് ആണ് നമുക്ക് കിട്ടിയ. അപ്പം നമ്മൾ പറഞ്ഞെന്താ? 0 പ്ലസ് തൊട്ട് 1 മൈനസ് വരെയുള്ള, ഓക്കെ, ഇതാണ് ഈ ഒരു ഏരിയ ആണ് 1 മൈനസ് എന്ന് വിളിക്കുന്നത്. അതായത് എക്സ് ഈക്വൽ ടു 1ന് ലെഫ്റ്റിലോട്ടുള്ള പക്ഷെ തൊട്ടടുത്തുള്ള വരി. അപ്പൊ എന്താണ്? ഈ 0 പ്ലസ് തൊട്ട് 1 മൈനസ് വരെയുള്ള നമ്മുടെ എക്സിന്റെ വാല്യൂ എടുത്താൽ വൈ വാല്യൂ എന്തുമായിരിക്കും? ഓക്കെ, വൈ വാല്യൂ എന്താ അവിടെ ആക്ച്വലി നമുക്ക് തന്നത്? നെഗറ്റീവ് ഇൻഫിനിറ്റി ടു 0. സോറി, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഈ പാർട്ടിൽ. ആക്ച്വലി കണ്ട നമ്മുടെ മേളില് എക്സ് ഈക്വൽ ടു 0 ആകുമ്പം അല്ലെ 0 പ്ലസ് ആകുമ്പം നമുക്ക് കിട്ടുന്ന വൈ വാല്യൂ എന്താന്ന് ചോദിച്ചാൽ 0 ആണ്. ഓക്കെ, അതുപോലെ എക്സ് ഈക്വൽ ടു 1 മൈനസ് ആകുമ്പോഴാണ് നമുക്ക് മൈനസ് ഇൻഫിനിറ്റി കിട്ടുന്നത്. അതുകൊണ്ട് ഇത് തിരിഞ്ഞു പോയേക്കുക. ഈ കാണുന്ന ഇത് 0 തൊട്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പം എക്സ് 0ന്ന് 1 മൈനസിലോട്ട് പോകുമ്പം നമ്മുടെ വൈ എന്തുകൊണ്ടായിരിക്കും പോകുന്നത്? 0ന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട്. അതാണ് ഈ ഗ്രാഫിക് കാണിക്കുന്നത് അല്ലേ? 0ന്ന് നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട്. ഓക്കെ, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട്. പക്ഷെ ഒരിക്കലും ഈ റെഡ് ലൈനെ വന്ന് തൊടാൻ പറ്റത്തില്ല. അത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? ഇതിനൊരിക്കലും 0 തൊടാനും പറ്റത്തില്ല. കാരണം 0 പ്ലസ് അല്ലേ? ഓക്കെ, 0 നമ്മൾ പറഞ്ഞത് എക്സ് 0 പ്ലസ് തൊട്ട് 1 മൈനസ് വരെ അല്ലേ? അപ്പം എക്സ് ഈ ബ്ലൂ ലൈൻ എങ്ങാനും വന്ന് ഈ എക്സ് 0 എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് പോയാൽ തീർന്നില്ലേ? ഓക്കെ, അത് വർക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ എന്താ? 0 പ്ലസ് ആണ്. ഒരിക്കലും ഈ ബ്ലൂ ലൈൻ ഈ 0 തൊടാൻ പറ്റൂല. ഈ ബ്ലൂ ലൈൻ തുടങ്ങുന്ന 0 പ്ലസ് തൊട്ട് ഏത് താഴോട്ട് വന്ന് 1 മൈനസിലോട്ട്. ഇതിനൊരിക്കലും ഇവിടെ തൊടാനും പറ്റത്തില്ല, ഗ്യാപ്പ് കാണും. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോയാലും ഇവ തമ്മിൽ അടുക്കാൻ പറ്റത്തില്ല. ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിച്ചെന്താ? നമ്മുടെ 1 മൈനസ് തൊട്ട് 1 പ്ലസ് തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള, അതായത് ഈ കാണുന്നതാണ് നമ്മുടെ 1 പ്ലസ്. അതായത് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പോയിന്റിന്റെ റൈറ്റ് സൈഡിലോട്ടും പക്ഷെ വളരെ അടുത്തുള്ള 1 പ്ലസ് എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് എക്സ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് അങ്ങ് അറ്റം വരെ പോകുമ്പോൾ നമുക്ക് കിട്ടിയ എന്താ? നമ്മുടെ സെക്കൻഡ് റേഞ്ച് 1 പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരെയുള്ള റേഞ്ച് എടുത്താൽ നമുക്ക് കിട്ടുന്ന എന്താ? 1 പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരെ എടുത്താൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്താന്ന് ചോദിച്ചാല് ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണ്? പോസിറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് ഇൻഫിനിറ്റി വരെ. ഈ കാണുന്ന എന്താ ഞാൻ പറഞ്ഞുതരാം. ഈ റേഞ്ച് എന്താ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ കണ്ടുപിടിച്ചെന്താ? നമ്മുടെ 1 പ്ലസ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് കൊടുക്കാൻ നമുക്ക് കിട്ടുന്ന എന്താ? പ്ലസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താ? പ്ലസ് ഇൻഫിനിറ്റി. എന്താണ്? എക്സ് ഈക്വൽ ടു 1 പ്ലസ്, ഓക്കെ, 1 പ്ലസ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ നമ്മുടെ വൈ എന്ത് വരും? പോസിറ്റീവ് ഇൻഫിനിറ്റി. വരുന്നുള്ളൂ. പോസിറ്റീവ് ഇൻഫിനിറ്റി ഇറങ്ങി വന്നിട്ട് വീണ്ടും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പൊക്കൊണ്ടേയിരിക്കുക. കണ്ട പോസിറ്റീവ് ഇൻഫിനിറ്റി ഇറങ്ങി വന്ന് വീണ്ടും പോസിറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പൊക്കൊണ്ടേയിരിക്കുക. മനസ്സിലായോ അത്? ഓക്കെ, നമ്മളിപ്പോ വരച്ചത്
ഒരു ഗ്രാഫിക്കലി നമ്മൾ നോക്കിയാൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാവില്ലേ? പക്ഷെ നമുക്ക് ഇവിടെ കോൺകേവ് അപ്പ് ഉണ്ടോ കോൺകേവ് ഡൗൺ ഉണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അതിന് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് നോക്കണമല്ലോ. ഇതിപ്പോ ഞാൻ വരച്ചു, അതുകൊണ്ട് നിങ്ങൾ കണ്ടു, അതുകൊണ്ട് നിങ്ങൾ കണ്ടോണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കോൺകേവ് അപ്പ് ഉണ്ടോ കോൺകേവ് ഡൗൺ ഉണ്ടോ എന്ന്. പക്ഷെ ആക്ച്വലി നമുക്ക് ഈ എന്താ എല്ലാ പോയിന്റ്സും പ്ലോട്ട് ചെയ്ത് നോക്കാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ കോൺകേവ് അപ്പ് ഉണ്ടോ ഡൗൺ ഉണ്ടോ എന്ന്. നമുക്ക് ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം റേറ്റ് ഓഫ് ചേഞ്ചുള്ള വ്യത്യാസം കാണുമ്പോൾ ആദ്യം കുറച്ച് കുറഞ്ഞു, പിന്നെ ഭയങ്കരമായിട്ട് കുറഞ്ഞു, പിന്നെ ഭയങ്കരമായിട്ട് കൂടി എന്നൊക്കെയുള്ള ഒരു റേഞ്ച് കാണുമ്പോൾ ആൾക്കാർക്ക് പൊതുവെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും ഇത് എങ്ങനെയാ വളയുന്നതെന്ന്. പക്ഷേ സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് ആക്ച്വലി അവർ എങ്ങനെയാ വളയുന്നതെന്ന് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ സോ ഫാർ ക്ലിയർ ആണല്ലോ. ഇനി ഞാനൊരു കാര്യം പറയാം. നമുക്കൊരു പുതിയ റേഞ്ച് കൂടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. എന്താ റേഞ്ച് എന്നറിയോ? അതായത് ഇ എന്ന് പറഞ്ഞ പോയിന്റ് ബേസ് ചെയ്തുകൊണ്ട് റേഞ്ച് ഉണ്ടായി. എന്താന്ന് മനസ്സിലായില്ല? പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇ എന്ന് പറഞ്ഞ പോയിന്റ് എടുത്ത് ഇവിടെ ഇയുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇക്ക് മുന്നേ നമ്മുടെ ഫംഗ്ഷൻ ആക്ച്വലി കുറഞ്ഞു വന്നുകൊണ്ടില്ല. ഏത് റേഞ്ചില്? 1 + to ∞ എന്ന് പറഞ്ഞ റേഞ്ചില് ഓക്കെ ഇക്ക് തൊട്ട് മുന്നേ വരേക്കും ഇ എന്ന് പറയുന്ന പോയിന്റിന് തൊട്ട് മുന്നേ വരേക്കും നമ്മുടെ ഫംഗ്ഷൻ കുറഞ്ഞു വന്നോണ്ടില്ല. അതെന്താ നോക്ക്, +∞ എന്ന് കുറഞ്ഞ് 2.89 ആയി, പിന്നെ 2.72 ആയി, പിന്നെ 2.7182 വരെ ഈ വരെ. പക്ഷെ ഇ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞേ പിന്നെ നമ്മുടെ ഫംഗ്ഷൻ കൂടിക്കൊണ്ടിരിക്കുക. 2.73 പിന്നെ ഇൻഫിനിറ്റിയിലോട്ട് ഷൂട്ടപ്പ് ആയത്. അപ്പൊ എന്ത് പറ്റി? ഇ എന്ന് പറഞ്ഞ പോയിന്റിന്റെ മുമ്പും പോയിന്റിന് ശേഷവും അവിടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ റേഞ്ച് ആക്കി എടുത്തൂടെ? എങ്ങനെ? അതായത് ഈ 1+ തൊട്ട് ഇ വരേക്കും, അടുത്തത് ഈ പ്ലസ് തൊട്ട് ഇൻഫിനിറ്റി വരേക്കോ, അല്ലെ ഈ തൊട്ട് ഇൻഫിനിറ്റി വരേക്കോ, അങ്ങനെ റേഞ്ച് നമുക്ക് കൺസിഡർ ചെയ്തൂടെ? അതേ ഇത് തന്നെ ഇവിടെ കണ്ട 1+ തൊട്ട് ഇക്ക് തൊട്ട് മുമ്പ് വരെയുള്ള ഇതും, അതുപോലെ തന്നെ ഈ തൊട്ട് പിന്നെ ഇൻഫിനിറ്റി വരെ ഉള്ളതും നമുക്ക് അങ്ങനെ റേഞ്ച് കൂടെ കൺസിഡർ ചെയ്തൂടെ? അപ്പൊ നമുക്ക് ആക്ച്വലി ഇപ്പൊ മൊത്തം എത്ര റേഞ്ച് ഉണ്ട്? എത്ര റേഞ്ച് നമ്മുടെ കയ്യിലുണ്ടെന്ന് ചോദിച്ചാല് നമുക്ക് 0+ തൊട്ട് 1- എന്ന് പറഞ്ഞ വരെ റേഞ്ച് ഉണ്ട്. പിന്നുള്ളത് 1+ തൊട്ട് ഇക്ക് തൊട്ടുന്നും വരേക്കും -- വരെ എന്ന് പറഞ്ഞ റേഞ്ച് ഉണ്ട്. പിന്നെ ഈ തൊട്ട് ഇൻഫിനിറ്റി വരേക്കും. അപ്പൊ നമുക്ക് 3 റേഞ്ച് ആയേ. അപ്പൊ ഇതിന്റെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 റേഞ്ച് അല്ല 3 റേഞ്ച് കൺസിഡർ ചെയ്യണം. കാരണം ഇക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇക്ക് തൊട്ട് മുമ്പോട്ട് ആ ഫംഗ്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുക, തൊട്ട് കഴിഞ്ഞ് കൂടിക്കൊണ്ടിരിക്കുക. ഇവിടെ തന്നെ നോക്ക്, ഇവിടെ ഇ എന്ന് പറഞ്ഞ ഓൾമോസ്റ്റ് ഇതാണ്ട് ഈ 2.718 ഓക്കെ x 2.718 വന്നേ. ഇക്ക് തൊട്ട് മുന്നേ ഉണ്ട് ഫങ്ഷൻസ് കൂടിക്കൊണ്ടിരിക്കുക അല്ലേ? കൂടിയുണ്ട്, കുറഞ്ഞ് ഈ വരെ കുറഞ്ഞ്, ഈ കഴിഞ്ഞാൽ പിന്നെന്താ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇക്ക് തൊട്ട് മുമ്പേ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടാ കുറഞ്ഞു വന്നെങ്കിൽ ഈ കഴിഞ്ഞ പിന്നെ വളരെ പതിയെ കൂടുന്നത്. ഇതൊക്കെ എങ്ങനെയാന്ന് നിങ്ങൾക്ക് ആ പ്ലോട്ടിൽ കൂടെ തന്നെ മനസ്സിലായില്ല. അതായത് നോക്ക്, ഇ എന്ന് പറഞ്ഞ റേഞ്ചിന് തൊട്ട് മുന്നേ എന്താ സംഭവിച്ചേ? അങ്ങനെ നോക്ക്, ഇ എന്ന് പറഞ്ഞ റേഞ്ചിന് തൊട്ട് മുമ്പേ എന്താ സംഭവിച്ചേ? അതായത് പോസിറ്റീവ് ഇൻഫിനിറ്റിന്ന് 2.89 അതിഭീകര ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞു വന്ന്, പിന്നെ 2.89 2.72 വളരെ പതുക്കെ കുറഞ്ഞു വന്നുള്ളൂ. അതായത് ഇക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ ആണല്ലോ 1+, 2, 2.6 അല്ല. അപ്പൊ നമ്മൾ കണ്ട എന്താ, +∞ എന്ന് പറഞ്ഞൊരു വാല്യൂന്ന് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് 2.89 കുറഞ്ഞു. ഏത് 1+ 2 വന്നപ്പം പിന്നെന്താ പറ്റി? 2 2.6 വന്നപ്പം 2.89 എന്ന് പറഞ്ഞ വാല്യൂന്ന് 2.72 വളരെ പതുക്കെ കുറഞ്ഞു. അതന്നെയല്ലേ ഈ ഗ്രാഫിലും കാണുന്നത്. കണ്ടേ എന്ത് 1+ എന്ന് പറഞ്ഞ ഈ പോയിന്റിന്ന് ഈ വരേക്കും വളരെ ക്വിക്കായിട്ട് കുറഞ്ഞു. അതെങ്ങനെ? നമ്മള് ആദ്യം എടുത്ത ഇന്റർമീഡിയറ്റ് പോയിന്റ് ഏതാ? 2 അല്ലേ? കണ്ടേ ഇവിടെ ആദ്യം എടുത്ത ഇന്റർമീഡിയറ്റ് പോയിന്റ് ഏതാ? നമ്മുടെ 2 അല്ലേ? x = 2. അതുവരെയൊക്കെയല്ലേ നമ്മൾ വളരെ ഭീകരമായിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് ഒബ്സർവ് ചെയ്തത്. +∞ തൊട്ട് 2.89 വരെ. അത് കണ്ട ഗ്രാഫിലോട്ട് നോക്ക്, നമ്മുടെ പോയിന്റ് 2. അപ്പൊ അതേ ഗ്രാഫ് നോക്ക്, ഇവിടം തൊട്ട് ഇവിടം വരേക്കും വളരെ ഡ്രാസ്റ്റിക് ആയിട്ടല്ലേ ഇറങ്ങിയത്. ആക്ച്വലി ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റ് വരേക്കാ, ഈ ഒരു പോയിന്റ് വരേക്കാ, പിന്നെ വളരെ പതുക്കെ കുറയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ അടുത്ത് ഇന്റർമീഡിയറ്റ് പോയിന്റ് 2 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 1+ തൊട്ട് 2 വരേക്കും അതിഭീകരമായിട്ടാണ് കുറഞ്ഞു വന്നത്. പിന്നെ അങ്ങോട്ട് എന്താ, ഈ വരേക്കും വളരെ പതുക്കെ കുറഞ്ഞ്. പക്ഷെ ഈ കഴിഞ്ഞിട്ട് പിന്നെന്താ കൂടുന്നുണ്ട്. അത് ഭീകരമായിട്ടാണോ കൂടുന്നത്, വളരെ പതുക്കെയാണോ കൂടുന്നത് നമ്മൾ ചെക്ക് ചെയ്തില്ല. അതിന്റെ കാര്യം എന്താ? കാരണം ഈ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തൊരു ഇന്റർമീഡിയറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ x = 3 ആ. അവിടെ കിട്ടിയത് എന്താ? 2.73 ആ. അതായത് നമുക്ക് മനസ്സിലായി ഈ കഴിഞ്ഞിട്ടുള്ളൊരു വാല്യൂ എടുത്തപ്പം
ചേഞ്ച് വളരെ പതിയെന്ന്. അതായത് 2.7188-നേക്കാട്ടിലും അടുത്ത് കിടക്കുന്ന വാല്യൂ 2.73. സോ ഇ ഈക്വൽ ടു 2.7188 എന്ന് പറഞ്ഞ എക്സ് ഈക്വൽ ടു ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് എക്സ് ഈക്വൽ ടു 3 പോയപ്പോൾ തന്നെ ചേഞ്ച് വളരെ പതുക്കെ, ഡ്രാസ്റ്റിക് ഒന്നുമല്ല. പക്ഷെ പിന്നെ നമ്മൾ ഈ 3 കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് എന്താ ഡയറക്റ്റ് ഇൻഫിനിറ്റിയാ. അതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി കിട്ടി. സോ അതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് നമ്മൾ എടുത്തില്ല. പക്ഷെ തൊട്ട് മുമ്പത്തെ ആ കേസിൽ അങ്ങനെയല്ല. 1 പ്ലസ് തൊട്ട് നമ്മൾ 2 എടുത്ത്, 2 കഴിഞ്ഞിട്ട് 2.6 എടുത്ത്, 2.6 കഴിഞ്ഞിട്ട് ഇയും എടുത്ത്. അവിടെ ഓൾമോസ്റ്റ് നമ്മൾ ഏതാ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയൊക്കെ നമ്മൾ 4 ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്ത്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ ഉണ്ട്. വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞ് ഓൾമോസ്റ്റ് ഈ പോയിന്റ് വരെയും കുറഞ്ഞുകൊണ്ട് പിന്നെ വളരെ പതിയെ കൂടി കൂടി വരുവാന്ന്. പിന്നെന്താ ഈ കഴിഞ്ഞാൽ കൂടും എന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ പോസിറ്റീവ് ഇൻഫിനിറ്റി ആണ് നമുക്കൊരു ഐഡിയ ഉള്ളൂ. അത്ര ഒരു ഐഡിയ നമുക്കിപ്പോൾ ഉള്ളു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എൽ എൻ ഓഫ് എക്സ്. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എൽ എൻ ഓഫ് എക്സ് മൈനസ് 1 ബൈ എൽ എൻ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇവിടെ നമ്മുടെ ഫസ്റ്റ് റേഞ്ച് എന്ത് 0 പ്ലസ് തൊട്ട് 1 മൈനസ് വരെയുള്ള റേഞ്ച് എടുത്താൽ എന്ത് നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ വന്ന് നമ്മുടെ പ്യുവർ കോമൺ സെൻസ് എന്ന് പറഞ്ഞ സാധനം അപ്ലൈ ചെയ്യുക. അതായത് എൽ എൻ ഓഫ് എക്സ് എന്ന് പറയുന്ന വാല്യൂ ലെസ് ദാൻ 0 ആയിരിക്കും. ഏത് ഈ റേഞ്ചിൽ. അതിനെന്താ കാര്യം? അതായത് എൽ എൻ ഓഫ് 0 എന്ന് പറയുന്നത് എന്താണ്? അൺഡിഫൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തെടുത്ത് 0 പ്ലസ് എടുത്ത്. എൽ എൻ ഓഫ് 0 പ്ലസ് നമുക്ക് എന്താ തന്നത്? ഒരു നെഗറ്റീവ് ഇൻഫൈനൈറ്റ് നമ്പർ അല്ലേ? അതുപോലെ എൽ എൻ ഓഫ് 1 എന്താ നമുക്ക് തന്നെ 0. പക്ഷെ നമുക്ക് ഇവിടെ 1 എടുക്കാൻ പറ്റത്തില്ലല്ലോ. 1ന് തൊട്ട് മുമ്പുള്ള വാല്യൂ എടുക്കാൻ പറ്റും. 1ന് തൊട്ട് മുമ്പുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിരിക്കും. അതായത് എൽ എൻ ഓഫ് 1 0 ആണെങ്കിൽ എൽ എൻ ഓഫ് 1ന് തൊട്ട് മുമ്പുള്ള വാല്യൂ നമുക്ക് തരുന്നത് 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ. അപ്പൊ 0ക്ക് തൊട്ട് മുമ്പുള്ള വാല്യൂ എന്താ? നെഗറ്റീവ് നമ്പർ. സോ ഇൻഫാക്ട് ഈ റേഞ്ച് തൊട്ട് ഈ റേഞ്ച് വരേക്കും നമുക്ക് കിട്ടുന്ന നാച്ചുറൽ ലോഗിന്റെ വാല്യൂ മൊത്തം നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നെഗറ്റീവ് ആണെങ്കിൽ മേളിൽ ഒരു നെഗറ്റീവ് നമ്പർ മൈനസ് ഒരു നെഗറ്റീവ് നമ്പർ -1 ഡിവൈഡ് ബൈ നെഗറ്റീവ് നമ്പർ ദ ഹോൾ സ്ക്വയർ. ഡിനോമിനേറ്റർ ഓഫ് കോഴ്സ് പോസിറ്റീവ് ആയി പോകും. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലോ. മേലിലെ നെഗറ്റീവ് നമ്പർ മൈനസ് ഒരു നെഗറ്റീവ് നമ്പർ. സോ ന്യൂമറേറ്റർ എപ്പോഴും ഒരു നെഗറ്റീവ് നമ്പറേ കിട്ടും. സോ ഫോർ ദിസ് റേഞ്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ് പറയുന്നത് അത് ഡിക്രീസ് ചെയ്യുവാന്ന്. ഓക്കെ, അതിനാ സത്യമല്ലേ? അതാ നോക്ക്, ഈ റേഞ്ചിൽ നോക്ക്, ഇവര് കണ്ട താഴോട്ട് കുറഞ്ഞ് ഡിക്രീസ് ചെയ്ത് പൊക്കൊണ്ടേ ഇരിക്കല്ലേ. നമ്മള് ആ റേഞ്ചിൽ നമ്മൾ സംസാരിച്ച എന്താണ് അതിനെ കുറിച്ച്? 0ന്ന് നെഗറ്റീവ് 0.72 പോയിട്ട് പിന്നെ നെഗറ്റീവ് ഇൻഫിനിറ്റിയിലോട്ട് പോയി. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞ സത്യം തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായ ഫംഗ്ഷൻ താഴോട്ടാണ് പോകുന്നത്. ഇനി അടുത്ത റേഞ്ച് 1 തൊട്ട് ഇ വരേക്കും. ഓക്കെ, കാരണം നമ്മൾ വന്നാൽ ഇപ്പൊ 3 റേഞ്ചാണ്. അങ്ങനെ എടുക്കുമ്പം എന്ത് ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതെപ്പോഴും 1ന് താഴെ ആയിരിക്കും. 1ന് താഴെ എങ്ങനെ വന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. അതായത് എൽ എൻ ഓഫ് ഇ എന്താ? 1 തരും. അപ്പൊ എൽ എൻ ഓഫ് ഇക്ക് തൊട്ട് മുമ്പുള്ള ഒരു വാല്യൂ അതല്ലേ ഈ പറയുന്നത്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് അല്ല 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഇയെക്കാട്ടി തൊട്ട് താഴെയുള്ള ഒരു വാല്യൂ. അപ്പം എൽ എൻ ഓഫ് ഇ എന്ന് പറയുന്ന 1 ആണെങ്കിൽ എൽ എൻ ഓഫ് ഇക്ക് തൊട്ട് മുമ്പുള്ള നമ്പർ തരുന്നത് 1ന് തൊട്ട് മുമ്പുള്ള നമ്പർ, അതായത് 1നേക്കാട്ടി ചെറിയ നമ്പർ. അതുപോലെ തന്നെ എന്താണ് എൽ എൻ ഓഫ് 1 എന്താണ്? 0 ആണ് അല്ലെ? എൽ എൻ ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം എൽ എൻ ഓഫ് 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0ക്ക് മേളിലുള്ള നമ്പരാ. അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഇവിടെ 0ക്ക് മേളിലുള്ള നമ്പരുവാ 1ന് താഴെയുള്ള നമ്പരുവാ. സോ ഇൻഫാക്ട് ആ നമ്പർ എല്ലാം 1ന് താഴെയാ. മനസ്സിലായി? ഈ റേഞ്ചിന്റെ അകത്ത് എൽ എൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. അപ്പൊ അതാ ഇവിടെ വന്ന് എ നമ്പർ ലെസ് ദാൻ 1 -1 ഡിവൈഡഡ് ബൈ ആ നമ്പർ ദ ഹോൾ സ്ക്വയർ. ഇവിടെ എങ്ങനെ പോയാലും ഡിനോമിനേറ്റർ പോസിറ്റീവ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ന്യൂമറേറ്റർ നെഗറ്റീവ് ആയിരിക്കും. അതെന്താ? എ നമ്പർ ലെസ് ദാൻ 1 -1 എന്ന് പറഞ്ഞാല് ആക്ച്വലി നെഗറ്റീവ് നമ്പറാ. സിമ്പിൾ ലോജിക്. അപ്പൊ എന്താ പറ്റി? ആ പോയിന്റും പറയുന്നത് എന്താ? അത് ഡിക്രീസ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് നെഗറ്റീവ്. അത് നോക്ക്, സത്യമല്ലേ? ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയൊക്കെ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കുറഞ്ഞു വന്നോണ്ടിരിക്കുകയല്ലേ. അതായത് നമ്മുടെ ഫംഗ്ഷൻ കുറഞ്ഞു വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഫസ്റ്റ് ഡെറിവേറ്റീവ് വന്ന് സത്യമല്ലേ? ഇനി വേണ്ട നമ്മുടെ വാല്യൂയിലോട്ട് തന്നെ നോക്കും. എന്ത്? ആദ്യം പോസിറ്റീവ് ഇൻഫിനിറ്റി ആയിരുന്നു, പിന്നെ 2.89 ആയി, പിന്നെ 2.72 ആയി. അപ്പൊ എന്താ കുറഞ്ഞു വന്നോണ്ടിരിക്കുക. അപ്പൊ ആ പറഞ്ഞത് സത്യമാണ്. ഓക്കെ, ഇനി അടുത്തത്
നമ്മുടെ ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? 1 മൈനസ് 1 ഡിവൈഡ് ബൈ 1 സ്ക്വയർ എന്ത് കിട്ടും? 0 കിട്ടും. അതായത് ആ പോയിന്റിൽ ഡെറിവേറ്റീവ് 0 ആണ്. സോ ഡെറിവേറ്റീവ് 0 എന്ന് പറഞ്ഞാൽ അതൊരു ക്രിട്ടിക്കൽ പോയിന്റാ. ഓക്കെ, അതൊരു ക്രിട്ടിക്കൽ പോയിന്റാ. എയ്തർ മാക്സിമം ആവാം മിനിമം ആവാം, അതൊരു ക്രിട്ടിക്കൽ പോയിന്റാ. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഡെറിവേറ്റീവ് അറ്റ് പോയിന്റ് 0 എന്ന് പറഞ്ഞാൽ അതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അതിന്റെ സത്യമല്ലേ? ഈ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ലെഫ്റ്റിലോട്ടും എന്താണ് അത് മേലോട്ട് കൂടിക്കൊണ്ടിരിക്കുക, റൈറ്റിലോട്ടും അത് കൂടിക്കൊണ്ടിരിക്കുക. ഈ പോയിന്റ് ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. ഇവിടെ ഏത് ഈ റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഈ പോയിന്റ് ആണ് ഏറ്റവും താഴെ കിടക്കുന്നത്. അപ്പൊ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? ഈ പോയിന്റിന് മുമ്പോട്ട് ഈ പോയിന്റ് കഴിഞ്ഞിട്ടും അല്ലേ ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത എന്താണ്? എക്സ് ഇക്ക് മേളില്. അത് ഒബ്വിയസ്ലി നമുക്കറിയാം ln ഓഫ് ഇ എന്ന് പറഞ്ഞാൽ 1 ആണെങ്കിൽ ഇനി ഇക്ക് മേളിൽ എന്ത് നമ്പർ ഇട്ട് കൊടുത്താലും അത് 1ന് മേലോട്ടൊരു വാല്യൂ നമുക്ക് തരും. അപ്പം ഇവിടെ ഇതെന്താ 1ന് മേലോട്ടുള്ള ഒരു വാല്യൂ -1 ഡിവൈഡ് ബൈ എന്താണ് നമ്പറിന്റെ സ്ക്വയർ. സോ ഡിനോമിനേറ്റർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ ന്യൂമറേറ്ററും പോസിറ്റീവ് ആയിരിക്കും. എന്താ 1ന് മേലോട്ടുള്ള നമ്പറെ -1 എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് നമ്പറേ തരും. സോ അവിടെ എന്താണ്? അവിടെ മാത്രം ഇൻക്രീസിങ് ആണ്. സത്യമല്ലേ? നടന്നു നോക്ക്, ഈ ഫംഗ്ഷൻ തന്നെ നോക്ക്. ഈ പോയിന്റ് തൊട്ട് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് പൊക്കൊണ്ടിരിക്കല്ലേ. നമ്മുടെ ആക്ച്വൽ വാല്യൂ നോക്ക്, 2.7182 2.70 കൂടി, അവിടെ നിന്ന് ഇൻഫിനിറ്റിയിലോട്ട് കൂടി. സോ നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് പറഞ്ഞല്ല, നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്ത് ചെക്ക് ചെയ്തെല്ലാം സത്യമാണ്. ഓക്കെ, ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ് കൊണ്ട് നമുക്ക് കിട്ടിയ ഐഡിയ എന്തോന്നാ? ഈ ഫംഗ്ഷൻ ഈ റേഞ്ചിൽ ഇവര് കുറഞ്ഞു വന്നോണ്ടിരിക്കുക, ഈ ഒരു റേഞ്ച് വരെയൊക്കെ അവർ കുറഞ്ഞു വന്നോണ്ടിരിക്കുക, ഈ ഒരു പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റാ, ഈ ഒരു റേഞ്ചിൽ അവർ കൂടിപ്പോയിക്കൊണ്ടിരിക്കുക. ഇത്രയും മനസ്സിലായേ? ഇനി നമുക്ക് ഇവര് ഓക്കെ കുറയുന്നുണ്ട്, ഇവിടെയും കുറയുന്നുണ്ട്, ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്, ഇവിടെ കൂടുന്നുണ്ട് എന്ന് മാത്രം ഒരു ഐഡിയ ഉള്ളു. എങ്ങനെ കൂടുന്നു പറയുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നടത്തും. ഈ കാണുന്ന ഇതിന്റെ തന്നെ ഒരു ഡെറിവേറ്റീവ് എടുത്താൽ നിങ്ങൾക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പൊ സെക്കൻഡ് ഡെറിവേറ്റീവിന്റെ ഇക്വേഷൻ ആണ് ഇത്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എ സിമിലർ തിങ്, അതായത് ഞാൻ ഇവിടെ പറഞ്ഞ ഇതേ കോമൺ സെൻസ് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കും. അതായത് 0 x<1 ഞാൻ ഇവിടെ പറഞ്ഞ എന്താ ln ഓഫ് x 0 എന്ന് ഞാൻ പറഞ്ഞു. ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലായി. ഈ റേഞ്ചിൽ ഞാൻ പറഞ്ഞ് ln ഓഫ് x<1 ആണെന്ന് കറക്റ്റ് ആയിട്ട് കാണിച്ചു തന്നല്ലോ. അതേ ലോജിക്ക് തന്നെ ഇവിടെ. ഓക്കെ, എക്സാക്ട് സെയിം സാധനം. അത് നിങ്ങളായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കും. നിങ്ങളായിട്ട് തന്നെ ഇവിടെ കൊണ്ടുപോയി അപ്ലൈ ചെയ്ത് നോക്കും. ഇത് ഞാനായിട്ട് ചെയ്യുന്നില്ല, എന്നാലും നിങ്ങൾ അത് പഠിക്കും. അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് വാല്യൂ. സെക്കൻഡ് ഡെറിവേറ്റീവ് ഫസ്റ്റ് നമ്മുടെ എന്ത് 0 പ്ലസ് തൊട്ട് ഒരു 1 മൈനസ് വരേക്കും എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഫുള്ള് കോൺകേവ് ഡൗൺ. അതിന്റെ കോൺകേവ് ഡൗൺ കോൺകേവ് ഡൗൺ കോൺകേവ് ഡൗൺ കോൺകേവ് ഡൗൺ. ഓക്കെ, ഏത് പോയിന്റ് എടുത്താലും അതിന്റെ അർത്ഥം എന്താ? നോക്ക്, സത്യമല്ലേ? ഈ കർവ് എങ്ങനെയാണ്? കോൺകേവ് ഡൗൺ ചെയ്തല്ലേ പോകുന്നത്. ഓക്കെ, അതിന്റെ കാര്യം എന്താ? സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് അവിടെ അല്ല. എങ്ങനെ വന്നു എന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. അത് ഓൾറെഡി ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ റേഞ്ചുകളുടെ ഇടയിൽ ln ഓഫ് എക്സ് എന്തുമായിരിക്കും എന്ന്. അപ്പൊ അത് നേരെ ഇവിടെ കമ്പ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ എങ്ങനെ ഇതെല്ലാം കോൺകേവ് ഡൗൺ ആവുന്നതെന്ന്. നിങ്ങളായിട്ട് കേട്ടുന്ന ടാസ്കാ. അതുപോലെ എന്ത് 1 പ്ലസ് തൊട്ട് ഈ വരെയുള്ള റേഞ്ച് എടുത്താൽ അവിടെ കോൺകേവ് അപ്പ് കോൺകേവ് അപ്പ് കോൺകേവ് അപ്പ് കോൺകേവ് അപ്പ്. മനസ്സിലായോ? അപ്പൊ എന്താ നോക്ക്, ആ സത്യമല്ലേ? ഈ ഫംഗ്ഷൻ കോൺകേവ് അപ്പ് ചെയ്തല്ലേ കിടക്കുന്നത് ഇവിടം വരേക്കും. നോക്കി, ഈ ഷേപ്പ് കോൺകേവ് അപ്പ് അല്ലേ? ഇനി അടുത്ത റേഞ്ച് എന്തോന്നാ? അടുത്തത് ഈ തൊട്ട് എന്ത് പ്ലസ് ഇൻഫിനിറ്റി വരെ. അത് നമ്മൾ ആദ്യം 3 എടുത്ത് 5 എടുത്ത്. അപ്പൊ എന്ത്? കോൺകേവ് അപ്പ് കിട്ടി, കോൺകേവ് അപ്പ് കിട്ടി. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഈ സ്ക്വയർ എന്ന് പറഞ്ഞൊരു വാല്യൂ വരുമ്പോ അതെന്താ? അതായത് നോക്ക്, നമ്മുടെ ഇക്വേഷൻ എന്താ? 2 മൈനസ് ln ഓഫ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇൻറ്റു ln ഓഫ് എക്സ് ദ ഹോൾ ക്യൂബ്. ഇവിടെ എന്താണ്? ഈ സ്ക്വയർ ഒന്ന് ഇട്ട് നോക്കിയേ. ഈ സ്ക്വയർ ഇട്ടാൽ ഒരു പ്രശ്നമുണ്ട്. ln ഓഫ് ഈ സ്ക്വയർ ഇട്ട് കൊടുത്താൽ 2 ഇൻറ്റു ln ഓഫ് ഇ എന്ന് വരും. അല്ല 2 അതായത് 2 മൈനസ് ln ഓഫ് എക്സിന്റെ അവിടെ എക്സിന് ഈ സ്ക്വയർ ഇട്ട് കൊടുത്തെന്ന് വെച്ചാൽ അപ്പൊ ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 2 മൈനസ് 2 ഇൻറ്റു ln ഓഫ് ഇ എന്ന് വരും. 2 മൈനസ് 2 ഇൻറ്റു 1 അതായത് 2 മൈനസ് 2 അതായത് 0. കണ്ടോ? ഈ സ്ക്വയർ ഇട്ട് കൊടുത്തപ്പോൾ എന്ത് പറ്റി? സെക്കൻഡ് ഡെറിവേറ്റീവിൽ ഇവിടെ ന്യൂമറേറ്റർ 0 ആയി പോയി. എന്ത് പറ്റി? ഒരു ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് അവിടെ സംഭവിച്ചു. മനസ്സിലായോ? ഒരു ഡിസ്കണ്ടിന്യൂറ്റി സംഭവിച്ചു അവിടെ. മനസ്സിലായോ?
ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു പോയിന്റ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായതുകൊണ്ട് നമ്മൾ വീണ്ടും അതിന്റെ താപ്പോട്ടുള്ള വാല്യൂ എടുത്ത് ഏത് ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7.39 7.39 കഴിഞ്ഞുള്ള വാല്യൂ ആണല്ലോ 10. കാരണം ഇത് ഇക്ക് ഇൻഫിനിറ്റിക്ക് ഇടയ്ക്ക് നിൽക്കുന്ന റേഞ്ച് ആണല്ലോ ഈ സ്ക്വയറും 10ഉം 15ഉം അല്ല. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നീട്ടി കോൺകേഡ് ഓൺ നീട്ടി. അവിടാണ് ഒരു പ്രശ്നം. അതായത് ഈ തൊട്ട് ഈ സ്ക്വയർ വരെ ഈ എന്ന് പറയുന്നത് 2.718 ഈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7.39. ഓക്കെ, അതായത് ഏതാണ്ട് പറഞ്ഞ ഇവിടം തൊട്ട് ഇവിടം വരേക്കും ഇവര് കോൺകേവ് അപ്പ് എന്നാ പറയുന്നത്. നമുക്ക് ഇവര് സ്ട്രെയിറ്റ് ആയിട്ടാ തോന്നുന്നത്, പക്ഷെ അങ്ങനല്ല. ഇവരുടെ ഇടയിൽ ചെറിയൊരു വളവുണ്ട്. നമ്മൾ ഇവിടെ സൂം ഇൻ ചെയ്തിട്ടും കാര്യമില്ല. ഇവിടെ നമ്മൾ സൂം ഇൻ ചെയ്താൽ നമുക്ക് എന്താണ് സ്ട്രെയിറ്റ് ആയിട്ടേ തോന്നും. പക്ഷെ ഇൻഫാക്ട് അവരുടെ ഇടയിൽ വളരെ ചെറിയൊരു കോൺകേവ് ഡൗൺ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? കോൺകേവ് ഡൗൺ അല്ലേ, അല്ലല്ല കോൺകേവ് അപ്പ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതായത് കണ്ട ഇത് കോൺകേവ് അപ്പ് ആണല്ലോ, വളഞ്ഞ് ഇങ്ങനെ പൊങ്ങുവന്നല്ലോ. അതുപോലെ ഇവിടുന്നും പിന്നെ അങ്ങോട്ട് കൂടി വരുവാന്നല്ലോ. അപ്പം ഇവിടുന്നും ഇങ്ങനെ പൊങ്ങി പൊങ്ങി പോകുന്നുണ്ട്. ചെറിയൊരു ബെൻഡ് ഉണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റരുത്. പക്ഷെ ആ ബെൻഡ് ഈ ഒരു പോയിന്റ് വരെയൊക്കെ ഉള്ളു. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇത് വളഞ്ഞ് പതിയെ താഴോട്ട് വളയുക, കോൺകേവ് ഡൗൺ ആവുക. മനസ്സിലായില്ല? അതിന് കാരണമുണ്ട്. ഈ ക്യാൻവാസിൽ ഇത്രേ പറ്റൂ. ഞാൻ ഇനി ഒന്ന് എല്ലാം ചെയ്ത് കാണിച്ചു തരാം. കണ്ടേ, ഇപ്പൊ കണ്ടോ? ഇപ്പൊ ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ നിന്ന് ഇത്രയും വരെ കോൺകേവ് അപ്പ്, ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ കോൺകേവ്. അത് കഴിഞ്ഞ പിന്നെ അവര് വളയുക. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഇത് വളയുന്നുണ്ട് ഈ ലൈൻ. നിങ്ങൾ കണ്ണ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ അല്ല ആക്ച്വലി. ഇത് കണ്ടോ? പിന്നെ വളഞ്ഞ് താഴോട്ട് പൊക്കൊണ്ടേയിരിക്കുക. കണ്ടോ? അതാണ് ആ ട്രൂ ബ്യൂട്ടി. നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഈ സ്ക്വയർ എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് പിന്നെ അവര് കോൺകേവ് ഡൗൺ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കും? നമ്മൾ ഈ തൊട്ട് ഇൻഫിനിറ്റി വരെ എടുക്കാൻ നിന്നാൽ നമ്മൾ എന്ത് ചിന്തിക്കും? ഇത് കോൺകേവ് അപ്പായിട്ട് തന്നെ പൊക്കൊണ്ടിരിക്കുകയെന്ന് ചിന്തിക്കും, നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്താൽ. അല്ലെ കൂടി പൊക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായത് ഓക്കെ ഇവൻ ഇവിടം വരെ കോൺകേവ് അപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ തൊട്ട് ഇൻഫിനിറ്റി വരെയൊക്കെ അവൻ കോൺകേവ് അപ്പ് അല്ല ചെയ്യുന്നത്. അതിന്റെ ഏതോ ഒരു പോയിന്റിന്റെ ഇടയിൽ അവൻ എന്തോ ഒന്ന് സംഭവിച്ച് കോൺകേവ് ഡൗൺ ആയിട്ടുണ്ട്. അത് ഏതാ പോയിന്റ്? ആ പോയിന്റ് ഏതാന്ന് നമ്മൾ തപ്പി നോക്കിയാൽ നമുക്ക് എന്നിട്ട് ഈ സ്ക്വയർ ആണ്. സോ ബേസിക്കലി നമ്മുടെ ആ ഒരു ധാരണ പൊളിച്ചു. ഈ ഗ്രാഫ് ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ സ്ട്രെയിറ്റ് മേലോട്ട് കൂടിക്കൊണ്ടിരിക്കും. അങ്ങനല്ല, ഇത് ഇങ്ങനെ വളഞ്ഞു, പിന്നെ ഇവിടെ അതിന്റെ ഒരു വളവുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ ചെറുതായിട്ട് കോൺകേവ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഷേപ്പ് മനസ്സിലായില്ലേ മൊത്തം? ഓക്കെ, ഓവറോൾ ഈ ഒരു മൊത്തം എക്സാമ്പിൾ മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളു. ഞാൻ ഇതിന്റെ താഴെ കമന്റ് ചെയ്തിട്ട് കൊടുത്തേക്കാം ഈ HTMLs. നിങ്ങൾ കയറുക, ജസ്റ്റ് നോക്കുക. ഓക്കെ, ഇത് ബേസിക്കലി ഞാൻ പറഞ്ഞു എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു ഫംഗ്ഷൻ കിട്ടിയാൽ അതിന്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ട് അതിന്റെ മിനിമൽ പോയിന്റ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാനും ആ ഗ്രാഫ് വളരെ ക്ലിയർ കട്ടായിട്ട് ആ ഗ്രാഫിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നിങ്ങളെ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഏത് ഗ്രാഫ് കൊടുത്തു നോക്ക്, നിങ്ങൾക്ക് ഏത് ഗ്രാഫ് സുഖത്തെ മനസ്സിലാവും. ഐ ആം 100% ഷുവർ. ഓക്കെ, താങ്ക് യു.